ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. തിരുവചന ജപമാല, അതിൽ മരിയൻ ധ്യാനം 93-ാമത്തെ എപ്പിസോഡ് നമ്മൾ ലുത്തിനിയയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നമ്മൾ ലുത്തിനിയയിലെ മൂന്നാമത്തെ വാഴ്ത്തുമൊഴി, മറിയത്തെക്കുറിച്ചുള്ള വാഴ്ത്തുമൊഴി, കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യക, ഇംഗ്ലീഷിൽ ഹോളി വെർജിൻ ഓഫ് വെർജിൻസ്, കന്യകളുടെ വിശുദ്ധ കന്യക, കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യക എന്നാണ് മലയാള പരിഭാഷ. നല്ലതാണ്, കുറച്ച് ഒരല്പം വിസ്തരിച്ചിട്ടുണ്ട്, എന്നാലും നല്ലതാണ്. കന്യകൾക്ക് കിരീടമായ നിർമ്മല കന്യക, ഇംഗ്ലീഷിലെ ഹോളി വെർജിൻ ഓഫ് വെർജിൻസ് എന്നാണ്. കന്യകളുടെ വിശുദ്ധ കന്യക എന്നാണ് ആക്ഷരികം. ലത്തീനില് സാങ്ത വീർഗോ വെർജിനും എന്നാണ്. സാങ്ത വീർഗോ വെർജിനം. കന്യകാത്വത്തിന് ഭംഗം വരാതെയാണ് മറിയം യേശുവിനെ ഗർഭം ധരിച്ചതും പ്രസവിച്ചതും. മത്തായി 1:18-23, ലൂക്ക 1:26-38. മാത്രമല്ല, സഭയുടെ തുടക്കം മുതലുള്ള പാരമ്പര്യമാണ് മറിയം നിത്യകന്യകയായിരുന്നു എന്നത്. ദൈവരാജ്യത്തെ പ്രതി ഷണ്ഡത്വം വരിക്കുന്ന എല്ലാ സന്യാസികൾക്കും വൈദികർക്കും മറിയം കിരീടമാണ്, മകുടമാണ്. അങ്ങനെ കിരീടമായിട്ട് ശോഭിക്കുന്നു. ദൈവരാജ്യത്തെ പ്രതി ഷണ്ഡത്വം വരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെ ദൈവരാജ്യത്തെ പ്രതി ഷണ്ഡത്വം വരിക്കുന്ന സകല സന്യാസികൾക്കും വൈദികർക്കൊക്കെ മറിയം കിരീടമാണെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മറിയം കന്യകാത്വത്തിന് ഭംഗം വരാതെയാണ് മറിയം യേശുവിനെ ഗർഭം ധരിച്ചത്. മനുഷ്യാവതാര രഹസ്യമാണ് പറയുന്നത്. നമുക്ക് ഇതൊന്ന് തിരിച്ചറിയാനായിട്ട്, ഇതിന്റെ ആഴം തിരിച്ചറിയാനായിട്ട്, ഈ ഗബ്രിയേൽ മാലാഖ മറിയത്തിന്റെ അടുക്കൽ വന്ന് മംഗളവാർത്ത അറിയിക്കുമ്പോൾ മറിയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് എങ്ങനെ സംഭവിക്കും? ദൈവത്തിന്റെ അമ്മയാകാൻ, മിശിഹായുടെ അമ്മയാകാൻ ദൈവം അവളെ തെരഞ്ഞെടുത്തു എന്ന് അറിയിക്കുമ്പോൾ മറിയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് ഭർത്താവില്ലല്ലോ. ലൂക്ക 1:34. ഇതിനു മുമ്പ് നമ്മൾ സക്കറിയാസിന്റെ പ്രതികരണം കാണുന്നുണ്ട്. സക്കറിയാസും ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഇത് മറിയത്തിന്റെ ഈ പ്രതികരണവും സക്കറിയാസിന്റെ പ്രതികരണവും തമ്മിൽ ഒരു അന്തരമുണ്ട്. എന്താണ് അന്തരം? തന്നോട് പറയപ്പെട്ട നിയോഗ ദൗത്യത്തിന്റെ സാധ്യത സക്കറിയാസ് സംശയിച്ചത്. കാരണം എലിസബത്തിനെ പോലെ അദ്ദേഹം പ്രായം കവിഞ്ഞനായിരുന്നു. തനിക്കൊരു സന്തതി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയ്ക്കുള്ള വക അദ്ദേഹത്തിനില്ല, ഭാര്യയിലുമില്ല. അതുകൊണ്ടാണ് സംശയം ഉണ്ടായത്. മറിയം സംശയിക്കുന്നില്ല. മക്കളുണ്ടാകുമോ എന്നല്ല മറിയം ചോദിച്ചത്. മക്കളുണ്ടാകുമോ എന്ന് ചോദിച്ചില്ലല്ലോ, എങ്ങനെ ഉണ്ടാകുമെന്നാണ്. അതായത് ശിശുവിന് വാഗ്ദാനം ചെയ്ത ദൈവദൂതന്റെ വാക്കുകൾ എങ്ങനെ നിറവേറുമെന്നാണ് അവൾ ചോദിച്ചത്. അതിനൊരു വിശദീകരണം ചോദിച്ചത്. അതിന്റെ സംശയമല്ല. കാരണം അത് സംഭവിക്കാനിരിക്കുന്ന വഴി അവൾക്ക് നിശ്ചയമില്ല. ഈ ദൈവദൂതൻ പറഞ്ഞ തരത്തിൽ അത് സംഭവിക്കാനുള്ള വഴി അവൾക്ക് നിശ്ചയമില്ല. അല്ലെങ്കിൽ ആ വഴി കൺവെട്ടത്തെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവൾ ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് ഭർത്താവില്ല. അപ്പൊ അത് എങ്ങനെ സംഭവിക്കും എന്നുള്ളൊരു വിശദീകരണം വേണമെന്നാണ്. സംശയമൊന്നുമില്ല അവൾക്ക്. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് മറിയം ഇങ്ങനെ ചോദ്യം ചോദിച്ചത് എന്നതിനെക്കുറിച്ച് വേദശാസ്ത്രത്തിൽ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു കൂട്ടർ പറയുന്നത്, ഈ മറിയത്തിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നത് കൊണ്ട് അതിന്റെ ഒരു പ്രയാസം ആദ്യം പറയട്ടെ. വേദശാസ്ത്രത്തിലെ വ്യാഖ്യാനം പറയുന്നതിന് മുമ്പ് മറിയത്തിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് മറിയം എന്തുകൊണ്ട് ഈ ചോദ്യം ചോദിക്കണമെന്ന് നമുക്ക് ഗ്രഹിക്കാൻ നമുക്ക് പ്രയാസമുണ്ട്. ഭർത്താവിനടുത്ത് ജീവിക്കാൻ ആരംഭിച്ചിട്ടില്ല, അവരുടെ ദാമ്പത്യം തുടങ്ങിയിട്ടില്ല എന്നതൊക്കെ ശരിയാണെങ്കിലും യഹൂദ നിയമം അനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്ത്രീ തത്വത്തിൽ വിവാഹം കഴിഞ്ഞവളാണ്. ഈ യഹൂദരുടെ വിവാഹത്തിന് 2 ഘട്ടങ്ങളാണ്. ഒന്നിനെ എറൂസിൻ എന്ന് പറയും, രണ്ടാമത്തതിനെ നിസൂയിൻ എന്ന് പറയും. എറൂസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സമ്മതം, മനസ്സ് ചോദ്യം, വിവാഹ നിശ്ചയത്തോർക്ക് ഏകദേശം സാമ്യം ഉണ്ടെന്നേ ഉള്ളൂ. എക്സ്ചേഞ്ച് ഓഫ് ദ കവനന്റ് എന്നാണ് അതിന്റെ ശരിക്കർത്ഥം. അതായത് വിവാഹം കഴിക്കാമെന്നുള്ള സമ്മതപത്രം, ആ ഉടമ്പടി കൈമാറാണ്. ആ നിമിഷം മുതൽ ആ ചെറുക്കനും പെണ്ണും കല്യാണം 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് കല്യാണം നടക്കുക. പക്ഷേ ഈ വിവാഹ നിശ്ചയം അല്ലെങ്കിൽ മനസ്സമ്മതം എന്ന് പറയുന്ന ആ ഉടമ്പടിയുടെ കരാറ് കൈമാറി കഴിയുമ്പോൾ ആ നിമിഷം മുതൽ അവര് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അറിയപ്പെടുക. പെൺകുട്ടി അപ്പന്റെ വീട്ടിൽ തന്നെ കഴിയും, അവളുടെ അപ്പന്റെ വീട്ടിൽ തന്നെ കഴിയും, ചെറുക്കന്റെ വീട്ടിലും. എങ്കിലും ഭാര്യ ഭർത്താക്കന്മാരുടെ അറിയാം. ആ ചെറുക്കൻ എങ്ങനെ കല്യാണം കഴിയുന്നതിന് മുമ്പ് മരിച്ചു പോയാൽ വിധവ എന്നാണ് ഈ പെൺകുട്ടി അറിയപ്പെടുക. ഇനി ഈ പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായാൽ അത് പരസംഗമല്ല, ഫോർണിക്കേഷൻ അല്ല,
മറിച്ച് വ്യഭിചാരമാണ്. അതായത് കല്യാണം കഴിഞ്ഞ രണ്ടുപേർ തമ്മിലുള്ള അവിഹിത ബന്ധമാണ് വ്യഭിചാരം. അപ്പോൾ വളരെ ഗൗരവമായ ഒരു സംഗതിയാണ് ഈ വിവാഹ നിശ്ചയം. അതുകൊണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയാണ്, പെൺകുട്ടിയാണ് മറിയം എന്നതുകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന ചോദ്യം മനസ്സിലാക്കാൻ നമുക്ക് ചെറിയൊരു പ്രയാസമുണ്ട്. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് നൽകപ്പെടുന്നത്. ഒരു വ്യാഖ്യാനം മറിയം കന്യാവ്രതം എടുത്തിരുന്നുവെന്നും അത് സംരക്ഷിക്കാമെന്ന് സംബന്ധിച്ച ജോസഫുമായിട്ടാണ് വിവാഹ നിശ്ചയം നടത്തിയെന്നുള്ള വ്യാഖ്യാനമാണ്. ആഗസ്തരസിന്റെ കാലം മുതൽ അതുണ്ട്. മറിയം കന്യാവ്രതം എടുത്തിരുന്നു, അത് സംരക്ഷിക്കാമെന്ന് സംബന്ധിച്ച് ജോസഫുമായിട്ടാണ് വിവാഹ നിശ്ചയം നടത്തിയത്. ഇതൊരു വ്യാഖ്യാനമാണ്. അങ്ങനെയാണ് ജോസഫിനെ കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത്. പക്ഷേ യേശുവിന്റെ കാലത്തെ യഹൂദ ലോകത്തിന് തീർത്തും അന്യമായ ഒരു സിദ്ധാന്തമാണിത്. അതായത് കന്യകയെ ജീവിക്കുന്നവരുണ്ടായിരുന്നു, എസ്സീൻ സമുദായത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ കല്യാണം കഴിക്കാൻ പോവില്ല. കല്യാണം കഴിച്ചിട്ടും കന്യകയായിട്ട് ജീവിക്കുമെന്നൊരു വാഗ്ദാനം എടുക്കാന്നൊക്കെ പറയുന്നത് ചിന്തിക്കാനേ കഴിയാത്ത ഒരു അവസ്ഥയാണ് കർത്താവിന്റെ കാലത്ത്, കന്യകാമരത്തിന്റെ കാലത്ത്. അതുകൊണ്ട് അത് അത്ര സ്വീകാര്യമായ ഒരു വ്യാഖ്യാനമല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? മറിയം എന്തുകൊണ്ട് ചോദ്യം ചോദിക്കുന്നത്? മറിയത്തെ ഭർതൃഗ്രഹത്തിലേക്ക് ഇനിയും കൊണ്ടുപോയിട്ടില്ലാത്തതിനാല് പുരുഷനുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നും അതിനാൽ ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞത് അവൾക്ക് അംഗീകരിക്കാൻ പ്രയാസം നേരിടുന്ന ഒന്നാണെന്നും ചിലർ നിർദ്ദേശിക്കുന്നു. പക്ഷെ അത് അത്ര നല്ല നിർദ്ദേശമാണോ? മറിയം ഭർതൃഗ്രഹത്തിലേക്ക് ആനയിക്കപ്പെടാൻ ഇനി എത്ര കാലമുണ്ട്, കാലതാമസമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് സ്വീകാര്യമായ, അതായത് എങ്ങനെ സംഭവിക്കുക എന്നുള്ളതിന് ഉത്തരമായിട്ട് മറിയത്തെ ഭർതൃഗ്രഹത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ലല്ലോ എന്ന്. കൊണ്ടുപോകാൻ എത്ര അധികം നാളുകളില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു നല്ല വ്യാഖ്യാനമല്ല. വേറൊരു കൂട്ടി പറയുന്നത് മറിയവും ദൈവദൂതൻ തമ്മിൽ സംഭാഷണം തുടരാൻ വേണ്ടിയുള്ള സാഹിത്യ ഘടനയാണ്. അതൊരു വ്യാഖ്യാനമാണ്. അതൊരു വ്യാഖ്യാനമേ അല്ല. പല ഇങ്ങനെയുള്ള മംഗളവാർത്തകളിലും അങ്ങനെ ഒരു ചോദ്യമുണ്ടെന്നാണ്. അതുകൊണ്ട് മറിയം ചോദിച്ചു. അതൊരു വ്യാഖ്യാനമേ അല്ല, ഒട്ടും സ്വീകാര്യമല്ല. പ്രശ്നം പരിഹരിക്കാനൊട്ട് ഉതകുകയില്ല. പിന്നെ ഒരു കാര്യം കൂടി ഓർക്കണം. യഹൂദ വിവാഹ സമ്പ്രദായത്തിൽ പുരുഷൻ ഏകപക്ഷമായി പ്രഖ്യാപിക്കുന്ന ഒന്നാണ് മനസ്സമ്മതം. സ്ത്രീയുടെ സമ്മതം അറിയിക്കാനായി അവളെ ക്ഷണിക്ക പോലും പതിവില്ല. അതുകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്ന ചോദ്യം ഇപ്പൊ ഈ പറഞ്ഞ ഉത്തരങ്ങളൊന്നും തന്നെ സ്വീകാര്യമല്ല. പിന്നെന്താണ്, എന്തുകൊണ്ടാണ് മറിയം ചോദിച്ചത്? ദാമ്പത്യ ബന്ധത്തിലൂടെ മിശിഹായുടെ മാതാവാകാനുള്ള കാരണങ്ങളൊന്നും തന്നെ മറിയം കാണുന്നില്ല. ദാമ്പത്യ ബന്ധത്തിലൂടെ മിശിഹായുടെ മാതാവാകാനുള്ള ഒരു കാരണവും മറിയം കാണുന്നില്ല. അക്കാര്യം നമ്മുടെയും ഗ്രഹണശക്തിക്ക് അതീതമാണ്. ജോസഫ് അവളെ തന്റെ ഭവനത്തിൽ കൂട്ടിക്കൊണ്ടു പോയതിനു ശേഷം സാധാരണ ദാമ്പത്യ ബന്ധത്തിൽ നിന്ന് ശിശു ജനിക്കുന്നത് പോലെയല്ല അവൾ ഗർഭം ധരിക്കാൻ പോകുന്നത് എന്ന് മാലാഖ വ്യക്തമാക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നതിനാൽ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിക്കും. അങ്ങനെയാണ് നീ ഗർഭം ധരിക്കാന്ന് പറയണേ. ഇത് അങ്ങനെയല്ലേ കൊടുക്കുന്നത്? എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ മാലാഖ എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അങ്ങനെയാണ് നീ ഗർഭം ധരിക്കുക. ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്നും പറയുന്നുണ്ട്. ദൈവദൂതൻ പറയുന്നുണ്ട് 1:37. എന്ന് വെച്ചാൽ സാധാരണ ഒരു വിവാഹബന്ധത്തിൽ സംഭവിക്കുന്ന രീതിയിലല്ല മറിയം മിശിഹായി ഗർഭം ധരിക്കാൻ പോകുന്നത്, മറിയം മിശിഹായി പ്രസവിക്കാൻ പോകുന്നത്. അതായത് മറിയത്തിന്റെ കന്യകാത്വത്തിന്റെ ഭംഗം വരാതെയാണ് മറിയം ദൈവപുത്രനെ ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും. ഗർഭം ധരിക്കുന്നത് കന്യകാത്വത്തിന്റെ ഭംഗം വരാതെയാണ്. കന്യ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അതായത് ദൈവം അവളിൽ മനുഷ്യനായി പിറക്കുകയാണ്, അവളുടെ കന്യകാത്വത്തിന്റെ ഭംഗം വരാതെ. ഇതല്ലാതെ മറ്റൊരു വ്യാഖ്യാനം ഇവളുടെ ചോദ്യത്തിൽ ഇന്ന് മനസ്സിലാകില്ല. അല്ലാതെ ഇതെങ്ങനെ സംഭവിക്കാൻ മറിയം ചോദിച്ചതിന് കാരണം എന്റെ കന്യകാത്വന്റെ ഭംഗം വരാതെയാണല്ലോ ഇത് സംഭവിക്കുക, അതെങ്ങനെ സംഭവിക്കുമെന്നാണ്. എന്റെ കന്യകാത്വത്തിന് ഭംഗം വരാതെയാണല്ലോ ഞാൻ പ്രസവിക്കുക മിശിഹായെ, അതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നേടിലിടും. ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിയേക്കാൾ വലിയൊരു സംഗതിയാണ് മറിയത്തിൽ സംഭവിക്കുന്നത്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ദൈവത്തിന് ആരുടെയും അനുവാദം വേണ്ടിയിരുന്നില്ല. പക്ഷെ ദൈവത്തിന് മനുഷ്യനാകാൻ മറിയത്തിന്റെ സമ്മതം വേണം. അങ്ങനെ മറിയം സമ്മതം കിട്ടാൻ വേണ്ടിയാണ് ദൈവം ഗബ്രിയേൽ മാലാഖയെ അയച്ചതും. ചുരുക്കത്തില് ഇത് എങ്ങനെ സംഭവിക്കും, എനിക്ക് ഭർത്താവില്ലല്ലോ എന്ന് പറഞ്ഞ മറിയത്തിന്റെ ചോദ്യത്തിന് ഉത്തരം ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. മറിയത്തിന്റെ കന്യകാത്വത്തിന് ഭംഗം വരാതെയാണ് അവൾ ഗർഭം ധരിക്കുക, കന്യകാത്വത്തിന് ഭംഗം വരാതെയാണ് അവള് മിശിഹായെ പ്രസവിക്കുക. ഇത് പ്രപഞ്ച സൃഷ്ടിയേക്കാൾ വലിയൊരു അത്ഭുതമാണ്. അത്ര നമ്മൾ അംഗീകരിച്ചാലേ ആ രഹസ്യം മനസ്സിലാക്കാൻ പറ്റൂ, മറിയത്തിന്റെ ചോദ്യം മനസ്സിലാക്കാൻ പറ്റൂ. ഇതാണ് നമ്മൾ ഹോളി വെർജിൻ ഓഫ് വെർജിൻസ്,
കന്യകളുടെ മകുടമായ നിർമ്മല കന്യകയെ എന്ന് പറഞ്ഞിട്ടുള്ള ആ വാഴ്ത്തുമൊഴിയിൽ ബിബ്ലിക്കലായിട്ടുള്ള തീർത്തും വേദപുസ്തകത്തിൽ ആറാടി നിൽക്കുന്ന ഒരു വാഴ്ത്തുമൊഴിയാണിത്. ഇതിനകത്ത് തന്നെ നമ്മുടെ ഈ കൊന്തയുടെ വാഴ്ത്തുമൊഴികൾ തന്നെ അത്യന്തം വിരക്തയായ മാതാവ്, കന്യകാത്തിന് ഭംഗമനത്ത മാതാവ് എന്ന് വാഴ്ത്തുമൊഴികളുണ്ട്. അതും ഇതിനോട് ചേർന്ന് പോകുന്നതാണ്. ഇവിടെ കന്യകളുടെ ഹോളി വെർജിൻ ഓഫ് വെർജിൻസ്, പിന്നെ വിരക്തയായ മാതാവ്, കന്യകാത്തിന് ഭംഗമനത്ത മാതാവ് എന്നുള്ള വാഴ്ത്തുമൊഴികൾ വേറെയുണ്ട്. അത് നമുക്ക് അപ്പം കാണാം. ഇപ്പോ ഈ ലുത്തിനിയ ഉണ്ടല്ലോ, മറിയത്തിന്റെ വാഴ്ത്തുമൊഴി തീർത്തും വേദത്താളുകളിലും വചനങ്ങളിൽ ആറാടി നിൽക്കുന്ന കാര്യം ബോധ്യമായല്ലോ. ഹോളി വെർജിൻ ഓഫ് വെർജിൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് കന്യകളുണ്ട്. ഈ കത്തോലിക്ക സഭയുടെ പച്ചപ്പന്റെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് വൈദികര് ഇല്ലേ, ബ്രഹ്മചാരികളായ വൈദികര്, സന്യാസികളായ വൈദികര് ധാരാളം പേരുണ്ട്. ചില പുഴുക്കുത്തുകളും പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കേൾക്കാം. അതൊക്കെ ഉണ്ടാകാം, മാനുഷികമായതൊക്കെ ഉണ്ടാകാം. പക്ഷേ അതിനൊക്കെ മറികടന്ന്, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മറികടന്ന് ഇപ്പോഴും പച്ചപ്പോടെ നിൽക്കുന്ന, ലോകത്തിന് മുമ്പിൽ വെല്ലുവിളി ഉയർത്തുന്ന ഏറ്റവും വലിയ സംഗതിയാണ് കത്തോലിക്ക സഭയിലെ ബ്രഹ്മചര്യം. അവർക്കെല്ലാം മാതൃകയായിട്ട് നിൽക്കുകയാണ് യൗസേപ്പ് പിതാവുണ്ട്, കന്യകാമറിയുണ്ട്. അപ്പൊ അവളോട് പ്രാർത്ഥിക്കുന്നത് എത്രയോ വലിയ കാര്യമാണ്. അപ്പോൾ കന്യകളുടെ മകനുമായി നിർമ്മല കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി ഇനി ഈ കന്യകാത്വം എന്ന് പറയുന്നത് ചേസ്റ്റ് ലൈഫ്, ശുദ്ധതയോടുള്ള ജീവിതം കല്യാണം കഴിച്ചവർക്കും ബാധകമാണ് ഇല്ലേ. ഏകഭാര്യാത്വം ഉള്ളവര് ആ ഭാര്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടത് അതൊരു ശുദ്ധതയല്ലേ. അവിടെയും ചില ദിവസങ്ങളിലും ചിലപ്പോഴൊക്കെ ചില ഉപവാസങ്ങളും വേണം. അപ്പോൾ ഈ കന്യകാത്വം പാലിക്കാന്നുള്ളത്, പാതിവൃത്യം പാലിക്കാന്നുള്ളത് സന്യാസികൾക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള ചില വിശുദ്ധിയിലേക്കുള്ള ചില വഴികളാണ്. അതിനാൽ നമുക്ക് മറിയത്തിന്റെ സഹായം തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് നമ്മുടെ വൈദികർക്ക് വേണ്ടി, സന്യാസിനികൾക്ക് വേണ്ടി, കന്യാസികൾക്ക് വേണ്ടി, ഈ ബ്രഹ്മചര്യം വ്രതമാറ്റെടുത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ, ഈ വാഴ്ത്തുമൊഴി വരുമ്പോൾ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ. അവർക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, ആ തെറ്റുകൾ തിരുത്തി കർത്താവിലേക്ക് തിരിച്ചു വരാൻ, അങ്ങനെയുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ. അതുപോലെ വിവാഹ ജീവിതത്തിലുള്ളവർക്കും ശുദ്ധത എന്ന പുണ്യം പാലിക്കാനുള്ള കഴിവുണ്ടാകാനും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നിങ്ങൾക്കെന്താ ഞങ്ങളെ മനസ്സിലാവാത്തെ? ഒരു മെത്രാൻ ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾക്കെന്താ ഞങ്ങളെ മനസ്സിലാവാത്തെ? ഇത് അദ്ദേഹത്തിന്റെ മാത്രം ചോദ്യമാണോ അതോ മറ്റു മെത്രാന്മാരുടെയും ചോദ്യമാണോ എന്നെനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹത്തിനോ അല്ലെങ്കിൽ അതുപോലെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന മെത്രാന്മാരുണ്ടെങ്കിൽ അവർക്കുള്ള ഉത്തരം, അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്നലെ ഫാദർ സെബാസ്റ്റ്യൻ മുതുപ്ലാക്കലച്ചന്റെ കുറിപ്പിലുണ്ട്. അദ്ദേഹം ആ കുറിപ്പ് അത് ചർച്ച ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. അദ്ദേഹം അത് സൂചിപ്പിച്ചിട്ടുണ്ട്. വളരെ ഗൗരവപൂർണമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇതിനു മുമ്പും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഉയർത്തുന്ന ആ പ്രശ്നം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു ചർച്ച ഞാൻ തുടങ്ങി വെക്കുകയാണ്. അത് നമ്മുടെ മെത്രാന്മാരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമാണ്. മുതുപ്ലാക്കലച്ചന്റെ ലേഖനത്തിന് ആദ്യത്തെ വാചകം എങ്ങനെയാണ്? സീറോ മലബാർ സഭയുടെ സിനഡാനന്തര പ്രഖ്യാപനങ്ങളും സർക്കുലറുമൊക്കെ വിശ്വാസികളെല്ലാവരും ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോഴില്ല. ഇപ്പോഴത്തെ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് കഴിയുമ്പോൾ അതിന്റെ പ്രഖ്യാപനങ്ങൾ, സർക്കുലർ ഒക്കെ ലൈവായിട്ടൊക്കെ പലരും കൊടുക്കുമെങ്കിലും വിശ്വാസികൾക്ക് അത്ര വലിയ പ്രതീക്ഷയോ ആകാംക്ഷയോ ഒന്നും ഇല്ല. ഒരു നല്ല കാലമുണ്ടായിരുന്നു, ഒരു സുവർണകാലമുണ്ടായിരുന്നു, അത് കഴിഞ്ഞു പോയി. ഇപ്പോൾ ഈ സർക്കുലർ എന്ന് കേൾക്കുമ്പോൾ പലർക്കും അറപ്പാണ്. പലരും വായിക്കാറില്ല. എന്തിനു വായിക്കുന്നു? എല്ലാം ഈ വഴുവഴുപ്പൻ രീതിയിൽ എഴുതുന്ന സംഗതികൾ. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത് വായിച്ചിട്ടൊരു നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുമെന്ന് പറഞ്ഞപ്പോൾ ഒരു തെറിവാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അത്രമാത്രം ഈ മെത്രാന്മാരുടെ സിനഡിന്റെ സർക്കുലറിനോടും ഈ സിനഡിനോടൊക്കെ ആളുകൾക്ക് അറപ്പും വെറുപ്പുമായി. എന്തുകൊണ്ട്? കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ വലിയ സഭയായ ഒരു സൂയി യുരി സഭയുടെ, അതായത് സ്വന്തമായി നിയമസംഹിതയുള്ള ഒരു സഭയുടെ മെത്രാൻ സിനഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിലവാരം അത്തരം സർക്കുലറുകൾക്ക് ഇല്ല, തീർത്തുമില്ല. അത് നഷ്ടപ്പെട്ടിട്ട് കാലമേറെയായി.
മാത്രമല്ല നിലവാരമുള്ള സർക്കുലർ പോലും അപൂർവം ചിലതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നടപ്പാക്കുന്നതിൽ ഒരു ഇച്ഛാശക്തിയും അവർ കാണിച്ചിട്ടില്ല, മെത്രാന്മാർ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് മെത്രാന്മാരോടുള്ള ബഹുമാനവും ഈ മെത്രൻ സിനഡിനോടുള്ള ബഹുമാനവും അതുപോലെ സർക്കുലർ പോലെയുള്ള സംഗതികളോടുള്ള മനുഷ്യരുടെ നിലപാടും ബഹുമാനം കുറഞ്ഞിരിക്കുന്നു, നിലപാട് വ്യത്യസ്തമായിരിക്കുന്നു. മുതുപ്പിളാക്കളച്ചൻ തുടരുന്നു. ഭാരതസഭയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന അറിയിപ്പുകൾ ഉൾപ്പെടുന്ന ഇപ്രാവശ്യത്തെ സിനഡാനന്തര പ്രഖ്യാപനങ്ങളും സർക്കുലറുമൊക്കെ യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ ഹൃദയത്തിൽ എത്രമാത്രം സന്തോഷം നിറയ്ക്കേണ്ടതായിരുന്നു. സന്തോഷം നിറയ്ക്കേണ്ടതായിരുന്നു. അതായത് രൂപതകളുടെ രൂപീകരണം, പുതിയ മെത്രാപ്പോലിത്തന്മാരുടെ നിയമനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതേക്കുറിച്ചൊക്കെ നമ്മൾ പല വീഡിയോസ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ ആവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ വീഡിയോസിലും ഈ മുതുപ്പിളാക്കളച്ചൻ സൂചിപ്പിച്ച ദുഃഖഭാവം ഞാൻ സൂചിപ്പിച്ചിരുന്നു, തളം കെട്ടി നിൽക്കുന്നുവെന്ന് സൂചിപ്പിച്ചിരുന്നു. വാസ്തവത്തിൽ എത്രമാത്രം സന്തോഷം നിറയ്ക്കേണ്ടതായിരുന്നു വിശ്വാസികളിൽ ഈ ഈ പ്രഖ്യാപനങ്ങളൊക്കെ വരുമ്പോൾ. പക്ഷേ സന്തോഷം അങ്ങനെ നിറച്ചില്ല. എന്തുകൊണ്ട്? അച്ഛൻ ഉത്തരം പറയാണ്. അക്കാര്യങ്ങളിൽ ഒട്ടും സന്തോഷിക്കാനോ അഭിമാനിക്കാനോ സാധിക്കാത്ത വിധത്തിൽ വിശ്വാസികളുടെ ഉള്ളിൽ നിരാശയും നീരസവും നിറയ്ക്കുന്നതായി പോയി എറണാകുളത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കുലറിൽ കുറിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ. ആ സർക്കുലറിൽ പുതിയ മെത്രാപ്പോലിത്തന്മാരുടെ നിയമനം, രൂപതകളുടെ പുനഃക്രമീകരണം, അങ്ങനെ പല കാര്യങ്ങളുണ്ടെങ്കിലും എറണാകുളത്തെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കുറിപ്പുകളുണ്ടല്ലോ, ഈ സിനഡാനന്തര സർക്കുലറിലുള്ള കുറിപ്പുകൾ, അത് വിശ്വാസികളുടെ ഉള്ളിൽ നിരാശയും നീരസവും നിറയ്ക്കുന്നതായിരുന്നു. അപ്പം അതിൽ മുങ്ങിപ്പോയി മറ്റുള്ളതല്ല. അപ്പം അതുകൊണ്ടാണ് സന്തോഷം ഉണ്ടാകാതിരുന്നത്. ഈ മുതുപ്പിളാക്കളച്ചൻ്റെ വാക്കുകളിൽ വിശ്വാസികളുടെ വികാരം മുഴുവൻ തളിരിട്ട് നിൽക്കുന്നുണ്ട്. ലോകത്തെ സകല വിശ്വാസികൾക്കും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നം കത്തോലിക്ക സഭയുടെ മൊത്തം പ്രശ്നമാണ്. മാർപ്പാപ്പ തൊട്ടുള്ളവരുടെ പ്രശ്നമാണ്. കത്തോലിക്ക സഭയുടെ തലവൻ, അതിനപ്പുറത്തൊരു അധികാരി ഇല്ല കത്തോലിക്ക സഭയ്ക്ക് കർത്താവല്ലാതെ. ആ തലവൻ 4 പ്രാവശ്യം നേരിട്ട് ഇടപെട്ട ഒരു പ്രശ്നമാണ് എറണാകുളം അങ്കമാലി അതിരൂപത. അപ്പൊ ലോകത്തുള്ള സകല മനുഷ്യർക്കും, കത്തോലിക്കർക്ക് മാത്രമല്ല, ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, മാർപ്പാപ്പ എന്ന് പറയുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു സഭയുടെ തലവൻ, കത്തോലിക്ക സഭയുടെ തലവൻ 4 പ്രാവശ്യം നേരിട്ട് ഇടപെട്ട ഒരു സ്ഥലമാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപത. അപ്പൊ ലോകത്തുള്ള സകലർക്കും അറിയാം, സകലരുടെയും പ്രശ്നമാണിത്. അപ്പോൾ പക്ഷേ നമ്മുടെ മെത്രാന്മാർക്ക്, സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്ക് അതൊരു പ്രാദേശിക പ്രശ്നമാണ്. പ്രാദേശിക പ്രശ്നം, ഒരു രൂപതയുടെ മാത്രം പ്രശ്നം എന്ന് വെച്ചാൽ സത്യവിശ്വാസികളുടെയും മാർപ്പാപ്പയുടെയും പരിശുദ്ധ സിംഹാസനത്തിന്റെയും പൗരസ്ത്യ തിരുസംഘത്തിന്റെയും ഒക്കെ വികാരം മനസ്സിലാക്കുന്നതിൽ മെത്രാന്മാർ പാടെ പരാജയപ്പെട്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് മെത്രാന്മാർ നമുക്ക് മനസ്സിലാക്കാത്തത്. മാർപ്പാപ്പയെ മനസ്സിലാക്കാനോ പരിശുദ്ധ സിംഹാസനത്തെ മനസ്സിലാക്കാനോ പൗരസ്ത്യ തിരുസംഘത്തെ മനസ്സിലാക്കാനോ ലോകത്തിലെ മനുഷ്യരുടെ വികാരം മനസ്സിലാക്കാനോ സീറോ മലബാർ സഭയിൽ വിശ്വാസികളുടെ വികാരം മനസ്സിലാക്കാനോ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസികൾ കടന്നു പോകുന്ന ആ വേദനകൾ തിരിച്ചറിയാനോ മെത്രാന്മാർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് മെത്രാന്മാരെ നമുക്ക് മനസ്സിലാവണില്ല. നമ്മുടെ വികാരവും നിസ്സഹാവസ്ഥയോ നമ്മുടെ വേദനകളോ എറണാകുളം അങ്കമാലി അതിരൂപതയിലും അതുപോലെ മറ്റു രൂപതകളിലും ഇടവകകളിൽ അനുദിനം വികാരിയച്ചന്മാരിൽ നിന്ന് സാധാരണക്കാരൻ അനുഭവിക്കുന്ന ഉപദ്രവങ്ങള് എത്രമാത്രമെന്ന് മെത്രാന്മാർ തിരിച്ചറിയുന്നില്ല. ഇനി തിരിച്ചറിഞ്ഞാൽ തന്നെ അവർക്കതൊരു വിഷയമല്ല. പിന്നെ മെത്രാന്മാരെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? മെത്രാന്മാരെ പറഞ്ഞ ആര് വിശ്വസിക്കും? വീണ്ടും മുതുപ്പിളാക്കളച്ചന്റെ വാക്കുകൾ. ഏകീകൃത കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയിൽ ഉടനീളം മാറ്റമില്ലാതെ തുടരേണ്ടതാണെന്ന പതിവ് പല്ലവി ആവർത്തിക്കുകയും അതിലേക്ക് എത്തുന്ന എറണാകുളത്തെ വൈദികരെ അഭിനന്ദിക്കുകയും ചെയ്തത് നല്ല കാര്യം. എന്നാൽ എത്ര പള്ളികളിൽ ഏകീകൃത കുർബാന വിശ്വാസികൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്ന സമയത്ത് നടക്കുന്നുണ്ടെന്ന് ഏതെങ്കിലും മെത്രാന്മാർ അന്വേഷിച്ചോ? അവിടെ വിശ്വാസികൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്ന സമയത്ത് മിക്കവാറും ഒരു പള്ളിയിലും ഇല്ല. വളരെ അപൂർവം 6-7 പള്ളികളിലേ ഉള്ളൂ. ഇനി ഉച്ച സമയത്തുള്ള കുർബാന പോലും വിശ്വാസികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന സമയമല്ല. അതുപോലും പകുതി പള്ളികളിൽ ഉള്ളൂ എന്ന് ഞാനൊരു സ്ഥിതിവിവര കണക്കൊക്കെ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു.
എത്ര പള്ളിയിൽ ഏകീകൃത കുർബാനയുണ്ട്, എത്ര പള്ളികളിൽ സന്യാസ വൈദ്യരെ കൊണ്ടുവന്ന് ചൊല്ലിക്കുന്നുണ്ട്, എത്ര പള്ളിയിൽ ഏകീകൃത കുർബാന ചൊല്ലുന്നില്ല. ഒരു സ്ഥിതി വിവര കണക്ക് എനിക്ക് കിട്ടിയത് ഞാൻ അവതരിപ്പിച്ചിരുന്നു. പകുതിയോളം പള്ളികളിൽ ഈ ഏകീകൃത കുർബാന നടപ്പിലായിട്ടില്ല. വിശ്വാസികൾക്ക് പങ്കെടുക്കാവുന്ന തരത്തിൽ ഒരു പള്ളികളിലും 6-7 പള്ളികൾ ഒഴികെ, ഏകീകൃത കുർബാന മാത്രം നടക്കുന്ന 6-7 പള്ളികൾ ഒഴികെ മറ്റൊരു സ്ഥലത്തും ഇല്ല. വിശ്വാസികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സമവായ മാർഗരേഖ? ഇനി എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം വളരെ ഗൗരവത്തോടെ ഞാൻ ചോദിച്ചതാണ്, കഴിഞ്ഞ ദിവസങ്ങളും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ആവർത്തിക്കേണ്ടതുണ്ട്. ഈ അൽമായ മുന്നേറ്റക്കാരും അവരാണ് വിശ്വാസികളുടെ പ്രതിനിധികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ. അവരെ പക്ഷെ മെത്രാന്മാർ കാണാൻ ചെന്നപ്പോൾ മെത്രാന്മാരാണ് കൂടുതൽ കുറ്റക്കാര്. എന്തെങ്കിലും ആവട്ടെ, വിമത വൈദികരും ഈ അൽമായ മുന്നേറ്റക്കാരും തമ്മിൽ പരസ്പരം സമ്മതിച്ച് ഒരു സമവായ മാർഗരേഖ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പല മീറ്റിങ്ങുകൾ കൂടി, ആലോചന സമിതി, വൈദിക സമിതി, അങ്ങനെ സമ്മതിച്ചിട്ടാണ് ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ തീരുമാനിച്ചതെങ്കിൽ, സമ്മതിച്ചിട്ടാണ്, അതായത് അൽമായ മുന്നേറ്റക്കാരും വിമത വൈദികരും തമ്മിൽ ചർച്ച ചെയ്ത് സമ്മതിച്ചിട്ടാണെങ്കിൽ എല്ലാ പള്ളികളിലും ചൊല്ലേണ്ടതായിരുന്നില്ലേ? എല്ലാ പള്ളികളിലും. എന്തുകൊണ്ട് പകുതി പള്ളികളിൽ ചൊല്ലിയിട്ടില്ല? അതെന്തുകൊണ്ട് മെത്രാന്മാർ അന്വേഷിക്കുന്നില്ല? രണ്ടാമതൊരു കാര്യം, അവർ സമ്മതിച്ചത് പ്രകാരമാണ് സമവായ മാർഗരേഖയിൽ എഴുതിയതെങ്കിൽ രാവിലെ 5:30ക്കും 10:30ക്കും ഇടയിലും വൈകിട്ട് 3:30ക്കും 5:30ക്കും ഇടയിലും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ട് ഈ അൽമായ മുന്നേറ്റക്കാരൻ പറഞ്ഞ 3:30 സമയത്ത് മാത്രം വിമത വൈദികർ ചൊല്ലുന്നു? അപ്പോൾ തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവുമായിട്ട് വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ഉണ്ടാക്കിയ ധാരണ, ആ സമ്മതം എന്താണ്? ധാരണയുണ്ടെങ്കിൽ അത് പാലിക്കണ്ടേ? പാലിച്ചില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യണ്ടേ? നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞ പ്രകാരം ചെയ്തോ ഇല്ലയോ എന്ന് എന്തുകൊണ്ട് തട്ടിൽ പിതാവോ പാമ്പ്ലാനി പിതാവോ ചോദിക്കുന്നില്ല? ഇത് സീറോ മലബാർ സഭയുടെ പ്രശ്നമല്ലേ? അപ്പോൾ ഈ സമവായ മാർഗരേഖ ഒരു സമാധാന കരാർ എന്ന് പറഞ്ഞാൽ ഇരുകൂട്ടരും പാലിക്കേണ്ട ചില സംഗതികളില്ലേ? അതിലൊരു കൂട്ടർ ലംഘിച്ചിരിക്കുന്നു. അപ്പൊ ഇതൊരു തട്ടിക്കൂട്ട് പരിപാടിയല്ലേ? ഈ തട്ടിക്കൂട്ട് പരിപാടിയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? ആ തട്ടിപ്പ് വിശ്വസിച്ച മെത്രാൻ സിനഡിലെ മെത്രാന്മാരെ കുറിച്ച് വിശ്വാസികൾക്ക് അറപ്പാണ്. ഈ സമവായ മാർഗരേഖ അത് മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ മെത്രാൻ സിനഡ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ എന്താണ് ഈ തട്ടിപ്പ് മനസ്സിലാക്കാത്തത്? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന തട്ടിപ്പ് മെത്രാൻ സിനഡ് മനസ്സിലാക്കാത്തത് എന്ത്? ഇതുകൊണ്ടാണ് മെത്രാന്മാർ വിശ്വസിക്കാൻ വിശ്വാസികൾ തയ്യാറല്ലാത്തത്. അതുകൊണ്ടാണ് മെത്രാന്മാർ ചോദിക്കേണ്ടി വരുന്നത്, എന്താ ഞങ്ങളെ മനസ്സിലാക്കാത്തേ? നിങ്ങളെ മനസ്സിലാക്കാത്തതിന് കാരണം നിങ്ങൾ തട്ടിപ്പുകൾ വിശ്വസിക്കുന്നു. ഇത് തട്ടിപ്പല്ലേ? അല്ലെങ്കിൽ മറിച്ച് പറയൂ, ഉത്തരം പറയൂ. ഒരു സമാധാന കരാർ ഉണ്ടാക്കിയെന്നാണ് പറയണേ. നിങ്ങൾ തന്നെ പറഞ്ഞതാണ്. ഈ അൽമായ മുന്നേറ്റക്കാരുമായിട്ടും വിമത വൈദികരുമായും ചർച്ച ചെയ്ത് ധാരണയിലെത്തി. എന്താണ് ധാരണ? രാവിലെ 5:30ക്കും 10:30ക്കും ഇടയിൽ ഒരു ഏകീകൃത കുർബാന ചൊല്ലും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 3:30ക്കും 5:30ക്കും ഇടയിൽ. എന്നിട്ട് എവിടെയാണ് ചൊല്ലിയത്? പറയൂ. ഏത് പള്ളിയിലാണ് ഈ സമവായ മാർഗരേഖ അനുസരിച്ച് ചൊല്ലിയിരിക്കുന്നത്? അങ്ങനെ ചൊല്ലിയിട്ടില്ലെങ്കിൽ എന്താണ് ഈ പരസ്പരം സമ്മതിച്ച് ധാരണ എത്തിയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം? എന്തുകൊണ്ട് ഈ സമാധാന കരാറിന് വിരുദ്ധമായിട്ട് വന്നപ്പോൾ ചോദ്യം ചെയ്തില്ല? ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്, ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ ഒപ്പിട്ട് തന്നത് എന്ന് എന്തുകൊണ്ട് തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവും ചോദിച്ചില്ല? അപ്പോൾ ഈ സമവായ മാർഗരേഖ മുഴുവൻ ഒരു തട്ടിപ്പല്ലേ? ഈ തട്ടിപ്പ് അങ്ങനെ തന്നെ മെത്രാൻ സിനഡ് വിശ്വസിച്ചാൽ ആ മെത്രാൻ സിനഡിന്റെ വിശ്വാസികൾ വിശ്വസിക്കണം. മെത്രാന്മാർ അന്വേഷിച്ചോ എന്നാണ് മുതുപ്പിളക്കലഞ്ചി ചോദിച്ചത്. ശരിയല്ലേ? നിങ്ങളത് അന്വേഷിക്കണ്ടേ? നിങ്ങൾക്കതിന് കടമയില്ലേ? എന്തിനാ സിനഡ് കൂടുന്നത്? മാർപ്പാപ്പ പോലും നേരിട്ട് ഇടപെട്ട ഒരു കാര്യത്തില് പരിഹാരം കണ്ടെത്താൻ മെത്രാൻ സിനഡ് കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് സിനഡ്? വീണ്ടും മുതുപ്പിളാക്കലച്ചന്റെ വാക്കുകൾ. അങ്ങനെ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന, അതായത് ഈ പറഞ്ഞ തരത്തില് നീലേ ശരിക്കും അർപ്പിക്കേണ്ട കുർബാന, പക്ഷെ ഈ യഥാർത്ഥത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാന പരമാവധി കോലം കെട്ട്, അച്ഛന്റെ വാക്കുകൾ നല്ല മനോഹരമായിട്ട് അച്ഛൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന പരമാവധി കോലം കെട്ടലോട് കൂടി നടത്തി ആ പരിശുദ്ധ കൂദാശയെ ആവുന്നത്ര അവഹേളിക്കുന്ന വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വന്നത് സിനഡ് പിതാക്കന്മാർ കാണാതിരിക്കാൻ തരമില്ല. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അവഹേളനങ്ങളാണ് കഴിഞ്ഞ ഏതാനും സംവത്സരങ്ങളായി
എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നത്തെക്കുറിച്ച് ഒരു മെത്രാനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, എറണാകുളത്തെ മനുഷ്യരൊക്കെ നല്ലവരല്ലേ, ഈ ഒരു കാര്യത്തിൽ മാത്രമല്ലേ അവർക്ക് തെറ്റുപറ്റിയിട്ടുള്ളൂ എന്നാണ്. ആ മെത്രാനും കാനോൻ നിയമത്തിൽ മാസ്റ്റേഴ്സോ ഡോക്ടറേറ്റൊക്കെ ഉള്ളതായിട്ടാണ് എൻ്റെ അറിവ്. ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ആയിരിക്കില്ല അദ്ദേഹത്തിന്റെ തീസിസ് എഴുതിയതെന്ന്, മറ്റാരും എഴുതി കൊടുത്തതായിരിക്കണം. കാരണം പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചാൽ എടുക്കേണ്ട നടപടികൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കാനോൻ നിയമത്തിൽ. പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചതിന് ഇങ്ങനെ നിസാരവൽക്കരിക്കുന്ന ഒരു മെത്രാൻ അവൻ അങ്ങൊരു കത്തോലിക്കനാണോ? പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചിട്ട് അതിനെക്കുറിച്ച് പറയാണ്, അവർ ഈ ഒരു കാര്യത്തിലല്ലേ തെറ്റ് ചെയ്യുന്നുള്ളൂ, മറ്റു കാര്യത്തിലൊക്കെ നല്ലവരല്ലേ. ഇങ്ങനെ ഒരു കത്തോലിക്ക മെത്രാന് മിണ്ടാൻ പറ്റുമോ? അദ്ദേഹത്തൊക്കെ മെത്രാൻ തന്നെ അന്നേരം പുറത്താക്കേണ്ടതല്ലേ. എന്താണ് കുർബാന എന്നറിയോ? എന്താണ് കാനനിലെന്നറിയോ? പരിശുദ്ധ കുർബാനയെ നിസാരവൽക്കരിക്കുന്ന മെത്രാന്മാർ കത്തോലിക്കരല്ല. ഇതുകൊണ്ടാണ് മെത്രാന്മാരെ ഞങ്ങൾക്ക് മനസ്സിലാക്കാത്തത്. പരിശുദ്ധ കുർബാന എന്തെന്നോ അതിന് നിന്നിച്ചാൽ അതിന്റെ ഗാരികൗരം എന്തെന്നോ ഗ്രഹിക്കാത്തവരെ മെത്രാന്മാരായി കാണാൻ ഞങ്ങൾക്ക് വിശ്വാസികൾക്ക് കഴിയില്ല. അത്തരം മെത്രാന്മാർക്ക് വിശ്വാസമുണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നു. വീണ്ടും ഞാൻ അച്ഛന്റെ വാക്കുകളിലേക്ക് പോകുകയാണ്. കൂടാതെ സഭയിലെ മെത്രാന്മാരെയും മാർപ്പാപ്പയുടെ പ്രതിനിധിയെ പോലും ആക്രമിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നു. അച്ഛന്റെ വാക്കുകളോട് ചേർന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം വ്യക്തമാക്കട്ടെ. ഇതെല്ലാം വത്തിക്കാൻ കാണുന്നില്ലേ? എന്താണ് ഇടപെടാത്തതെന്ന ചോദ്യം നിരന്തരം നമ്മൾ കേൾക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ 4 പ്രാവശ്യം എടുത്തു പറയാണ് ഞാൻ, 4 പ്രാവശ്യം നേരിട്ട് ഇടപെട്ടു. ഏതെങ്കിലും സഭയിലെ ഏതെങ്കിലും മെത്രാന്മാര് മാർപ്പാപ്പ ഒരു കാര്യത്തിൽ ഇങ്ങനെ 4 പ്രാവശ്യം ഇടപെടാൻ കാത്തിരിക്കുമായിരുന്നു? ആദ്യത്തെ പ്രാവശ്യം ഇടപെടുമ്പോൾ തന്നെ പെട്ടെന്ന് പരിഹാരം ചെയ്ത് മാർപ്പാപ്പയ്ക്ക് റിപ്പോർട്ട് കൊടുക്കില്ലേ? മാർപ്പാപ്പ സംസാരിച്ചു, ഇതാണ് തീരുമാനം, അത് നടപ്പാക്കിയിരിക്കും, അങ്ങനെ ഒരു ഇച്ഛാശക്തി മെത്രാന്മാര് കാണിക്കില്ലേ? ഒരു മാർപ്പാപ്പ 4 പ്രാവശ്യം ഒരേ കാര്യത്തിൽ ഇടപെടാനായിട്ട് ഏതെങ്കിലും സഭയിലെ ഏതെങ്കിലും മെത്രാന്മാര് സമ്മതിക്കുമോ? നമ്മുടെ സീറോ മലബാർ സഭയിലല്ലാതെ. തീർന്നില്ല. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് എറണാകുളത്ത് നിന്ന് ആവർത്തിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ മെത്രാന്മാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് വന്നിട്ട് പറയേണ്ടിയില്ലേ, മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കും. കാരണം മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. ഒരു മാർപ്പാപ്പയെ ഇങ്ങനെ അവഹേളിക്കുമ്പോൾ മെത്രാന്മാർ ഒറ്റക്കെട്ടായിട്ട് മാർപ്പാപ്പയ്ക്ക് ചുറ്റും പ്രതിരോധം തീർക്കേണ്ടതല്ലായിരുന്നോ? നരേന്ദ്രമോദിയെയോ പിണറായി വിജയനോ ആരെങ്കിലും ആക്രമിച്ചു നോക്കൂ ആശയപരമായിട്ട്. എന്തുമാത്രം പ്രതിരോധമാണ് അവരുടെ നേതാക്കൾക്ക് ചുറ്റും ചെയ്യുക? അതൊരു രാഷ്ട്രീയ നേതാവ്. ഇവിടെ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് 40 പ്രാവശ്യം എറണാകുളത്ത് പ്രചരിപ്പിച്ചിട്ട് മെത്രാന്മാർ ഒറ്റക്കെട്ടായിട്ട് വന്ന് പറയണ്ടേ? ഒരാളൊക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെയല്ല, മെത്രാന്മാർ ഒറ്റക്കെട്ടായിട്ട് അല്ലെങ്കിൽ എല്ലാ രൂപതകളിലും പറയണമായിരുന്നു. ഒരു മാർപ്പാപ്പയും തെറ്റിദ്ധരിപ്പിച്ച് പറയുന്നത് ശരിയല്ല. ഇനി അവനങ്ങനെ പ്രചരിപ്പിക്കുന്നവരെ കത്തോലിക്ക സഭ പുറത്താക്കും എന്ന് പറയേണ്ടതല്ലായിരുന്നോ? അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ മെത്രാന്മാരെ ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നു. തീർന്നില്ല. 4 മെത്രാന്മാരെ രാജിവെപ്പിച്ചു വത്തിക്കാൻ. എന്നിട്ടും മനസ്സിലായിട്ടില്ല. എന്നിട്ടും പിന്നെയും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മെത്രാന്മാര് തന്നെ. കാനനിലേക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നത് മെത്രാന്മാര് തന്നെ. 4 മെത്രാന്മാരെ സഭയിൽ നിന്ന് പുറത്താക്കി. എത്ര വർഷങ്ങൾക്കുള്ളില്? ഏതാനും വർഷങ്ങൾ, 2-3 വർഷങ്ങൾക്കുള്ളില്. ഇതൊന്നും വത്തിക്കാൻ നടപടികളല്ലേ? എന്നിട്ടും പാഠം പഠിക്കുന്നില്ലേ ഒരു സൂയിയൂരി സഭ? മാർപ്പാപ്പയെ അനുസരിക്കാത്ത മെത്രാന്മാരെ അനുസരിക്കാൻ കത്തോലിക്കർ തയ്യാറാവില്ല. മാർപ്പാപ്പയെ അനുസരിക്കാത്ത മെത്രാന്മാരെ അനുസരിക്കാൻ ഞങ്ങൾ കത്തോലിക്കര് തയ്യാറല്ല. ഞങ്ങളുടെ മുമ്പിൽ മാർപ്പാപ്പയുടെ ആഹ്വാനം, ഇപ്പുറത്ത് മെത്രാന്മാരുടെ ഈ തട്ടിപ്പ് പരിപാടി, ഇങ്ങനെ 2 പരിപാടികൾ. അതാണ് ചോയ്സ്. ഞങ്ങൾ ആരെ വിശ്വസിക്കണം? നിങ്ങൾ ചിലർ പറയാറില്ലേ, മാണിപ്പറമ്പ് മെത്രാന്മാരനുസരിക്കണം. ഇപ്പൊ തല തിരിഞ്ഞോന്ന്. മെത്രാന്മാരനുസരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാർപ്പാപ്പയെ ധിക്കരിക്കുന്ന മെത്രാന്മാരനുസരിക്കാൻ പറഞ്ഞിട്ടില്ല. ഓരോ വാക്കിനും നിലപാടിനും ആ സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നിശ്ചയിക്കാൻ. തോന്നിവാസങ്ങൾ ചെയ്യുന്ന, കാനനിലോ കാറ്റിൽ പറത്തുന്ന, പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന ഒരു മെത്രാനെ അനുസരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല, പറയൂല. മെത്രാനനുസരിക്കുന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. കത്തോലിക്ക വിശ്വാസമുള്ള മെത്രാനെ അനുസരിക്കുക, മാർപ്പാപ്പയെ അനുസരിക്കുന്ന മെത്രാനെ അനുസരിക്കുക എന്നാണ്.
വീണ്ടും ഞാൻ മുതുപ്പിളക്ലാച്ചന്റെ വാക്കിലേക്ക് പോകുകയാണ്. മെത്രാൻ സിനഡ് നിശ്ചയിച്ച ഉത്തരവാദിത്തപ്പെട്ടവർ സമവായത്തിന് എന്ന പേരിൽ ഈ അവഹേളനങ്ങളെയെല്ലാം തമസ്കരിക്കുകയും അതിന് നേതൃത്വം നൽകിയവരും കൂട്ടുനിന്നവരുമായവർ എഴുതി നൽകിയ എല്ലാ നിർദ്ദേശങ്ങളും അപ്പാടെ ഏകപക്ഷീയമായി തീരുമാനങ്ങളാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ നിരാശരായ വിശ്വാസികൾ പിന്നെ പ്രതീക്ഷ വെച്ചത് സഭയുടെ പിതാക്കന്മാരെല്ലാം ഒരുമിച്ച് കൊണ്ട ഈ സിനഡിലാണ്. മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ലായിരുന്നെങ്കിലും പരിശുദ്ധ കുർബാന അവഹേളിച്ചവർക്കെതിരെ എന്തെങ്കിലും നടപടികൾ സിനഡ് നിർദ്ദേശിക്കുമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. എന്നാൽ ഈ പ്രവൃത്തികളെയെല്ലാം അവഹേളനങ്ങളും ഉതപ്പുമാണെന്ന് പ്രസ്താവിച്ച സിനഡ് അവയ്ക്കെല്ലാം പരിഹാരം ചെയ്യാൻ വിശ്വാസികളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അഭിനന്ദ പിതാക്കന്മാരെ, കഴിഞ്ഞ കുറെ കാലമായി ഓരോ അവഹേളനം ഉണ്ടാകുമ്പോഴും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ആരാധന നടത്തിയും പരിഹാരം ചെയ്ത ആയിരങ്ങൾ ഈ സഭയിലുണ്ട്. പരിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടുമ്പോൾ അതിന് പരിഹാരം ചെയ്യണമെന്ന് ആരും ഉപദേശിച്ചില്ലെങ്കിലും അറിയാവുന്നവനാണ് നമ്മുടെ പാവപ്പെട്ട അമ്മമാർ ഉൾപ്പെടുന്ന വിശ്വാസ സമൂഹം. അവരോട് സിനഡിലെടുത്ത വലിയൊരു തീരുമാനമായി അങ്ങനെ ഒരു പരിഹാരകൃത്യത്തെ അവതരിപ്പിച്ചത് തന്നെ നിങ്ങളുടെ ഹൃദയം വിശ്വാസികളിൽ നിന്ന് എത്രയോ ദൂരെയാണെന്ന് തെളിയിക്കുന്നു. എത്ര ഭംഗിയായിട്ടാണ് മുതുപ്പിളക്കളച്ചൻ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്, എത്ര സത്യസന്ധമായിട്ടാണ്, എത്ര ശരിയാണ് അച്ഛൻ പറയുന്നത്. ഇത് മെത്രാന്മാർ കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആടുകളെ ചൂര് അറിയുന്ന ഇടയന്മാർ മെത്രാൻ സിനഡിൽ ഇല്ലാതെ പോയി. അതല്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊന്നും സ്വരമില്ലായിരുന്നു. ഇനി സ്വരമുണ്ടായാൽ തന്നെ അത് ബധിര കാതുകളിലാണ് പതിച്ചത്. അവിടെ ശക്തമായ നിലപാടെടുത്ത് ഇതിന് തീരുമാനമാകാതെ, ഈ കുർബാനയെ അവഹേളിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകാതെ ഈ സിനഡ് ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് രണ്ട് മെത്രമാരും നെഞ്ചും വെച്ച് എഴുന്നേറ്റ് നിന്നിരുന്നെങ്കിൽ ഈ പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചവർക്കെതിരെ നടപടി അത് ആദ്യം തീരുമാനിക്കുക. അത് തീരുമാനിക്കാതെ ഒരു കാര്യവും ചർച്ച ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെ വന്നാൽ ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ ചെന്ന് പറയേണ്ടി വരും എന്നൊരു നിലപാട് ഒന്നോ രണ്ടോ മെത്രാന്മാർ എടുത്തിരുന്നെങ്കിൽ കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുമായിരുന്നില്ലേ? ആടുകൾ ചൂര് മാത്രമല്ല മെത്രാന്മാർക്ക് ഇല്ലാതെ പോയത്, കർത്താവിന് ചൂരും ഇല്ലാതായി പോയി. കർത്താവിന്റെ കൂടെ കിടന്നാലല്ലേ, കർത്താവിന്റെ കൂടെ ആയിരുന്നാലല്ലേ കർത്താവിന് ചൂടറിയുക, കർത്താവിന്റെ ഹിതം തിരിച്ചറിയുക. പരിശുദ്ധ കുർബാന അത് കർത്താവാണെന്ന് തിരിച്ചറിയാൻ മെത്രാന്മാർക്ക് കഴിയുന്നില്ലേ? കർത്താവിനെ പീഡിപ്പിച്ചും തല്ലിയും വലിച്ചിഴച്ചും നഗ്നനാക്കും കാൽവരലിക്ക് കൊണ്ടുപോകുമ്പോൾ ഓടി വന്നൊരു വേറോനിക്ക, ഓരശനം സ്ത്രീകള്, ഷിമിയോൻ, അങ്ങനെ ചിന്തിക്കാൻ പോലും മെത്രാന്മാർക്ക് കഴിയുന്നില്ലേ? ആ മനുഷ്യനെ ഉപദ്രവിക്കരുത് എന്ന് പീലാത്തോസിന്റെ ഭാര്യ പോലും പറഞ്ഞു. അത്രയും പോലും കർത്താവിനെ ഉപദ്രവിക്കരുതെന്ന് പറയാൻ, ഉപദ്രവിച്ചവർക്ക് നടപടിയെടുക്കാൻ എന്തേ നമ്മുടെ മെത്രാന്മാർക്ക് കഴിയുന്നില്ല? അതിനിടയ്ക്ക് ഒരു മെത്രാപ്പൊലിത്തയോ മെത്രാൻ പറയാണ്, എങ്ങനെയെങ്കിലും എറണാകുളം പ്രശ്നം തീർന്നാൽ മതിയായിരുന്നു. ഒരൊറ്റ അടി വെച്ച് കൊടുക്കാനാ തോന്നുക. എങ്ങനെയെങ്കിലും, അതെന്തോന്നും ഭാഷയത്? എങ്ങനെയെങ്കിലും എറണാകുളം പ്രശ്നം തീരുക? എങ്ങനെയെങ്കിലും തീരുകയാണോ ചെയ്യേണ്ടത്? എങ്ങനെയെങ്കിലും തീർന്നാൽ മതിയോ? ഇത് ഈ വിമതരും അൽമായി മുന്നേറ്റക്കാരും ഒക്കെ പറയുന്ന ഭാഷയാണല്ലോ, എങ്ങനെയെങ്കിലും തീരുക. ഇതാണ് നിങ്ങളുടെ പ്രശ്നം മെത്രാന്മാരെ, എങ്ങനെയെങ്കിലും തീരുക. ദൈവഹിത പ്രകാരവും സഭയുടെ നിയമങ്ങൾ അനുസരിച്ചും തീർക്കുക, ആ പ്രശ്നം തീരുക. അതല്ലേ വേണ്ടത്? ദൈവഹിത പ്രകാരവും സഭയുടെ നിയമങ്ങളും അനുസരിച്ച്. മെത്രാന്മാരെ, നിങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാകില്ല. കാരണം നിങ്ങൾ സത്യത്തിൽ നിന്നും കർത്താവിൽ നിന്നും വളരെ ദൂരെയാണ്. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കല്ല. പക്ഷേ ഈ മെത്രാൻ സിനഡ് ഇങ്ങനെ ഒരു അഴകുഴമ്പൻ തീരുമാനവുമായിട്ട് വന്നപ്പോൾ അങ്ങനെയല്ലാതെ പറയാൻ നിവൃത്തിയില്ല. വീണ്ടും മുതുപ്പിളാക്കളച്ചന്റെ വാക്കുകളിലേക്ക്. ഞാനിവിടെ ചർച്ചയ്ക്ക് വെക്കുന്നത് ഇതിന്റെ ഒരു മറുവശമാണ്. അപ്പൊ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അതൊരു തുടക്കമിടുകയാണ്. നിങ്ങളും ചർച്ച ചെയ്യും, നിങ്ങളും മെത്രാന്മാർക്ക് അത് അയച്ചു കൊടുക്കുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ ചർച്ചയ്ക്ക് വെക്കുന്നത് ഇതിന്റെ ഒരു മറുവശമാണ്. വിശുദ്ധ കൂദാശകൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അവഹേളിക്കപ്പെടുമ്പോൾ അതിന് പരിഹാരം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുക മാത്രമാണോ കൂദാശകളുടെ സംരക്ഷകരും സഭയുടെ കാവൽക്കാരുമായ മെത്രാന്മാരുടെ ദൗത്യം? അതല്ലെന്ന് മുൻകാല ചരിത്രങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കലാസാഹിത്യ മേഖലകളിലെ ചില തലതിരിഞ്ഞ വ്യക്തികൾ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന ധിക്കാരത്തോടെ കൂദാശകളെയോ വിശുദ്ധ ചിത്രങ്ങളെയോ വികലമാക്കി അവതരിപ്പിച്ചപ്പോഴൊക്കെ പരിഹാരം ചെയ്യാൻ മാത്രമല്ല, ശക്തമായി പ്രതികരിക്കാനും നിയമ നടപടികൾ സ്വീകരിക്കാനും തയ്യാറായ ധാരാളം മെത്രാന്മാർ ഈ സഭയിൽ ഉണ്ടായിരുന്നു. വെറും സാങ്കല്പിക കഥയുണ്ടാക്കി പള്ളിയുടെയും മറ്റും പശ്ചാത്തലം സൃഷ്ടിച്ചെടുത്ത്
അച്ഛനും കപ്പ്യാരും കന്യാസ്ത്രീയും ഒക്കെയായി കലാകാരന്മാർ അഭിനയിക്കുന്ന സിനിമയിലോ നാടകത്തിലോ കൂതാശകൾ അവഹേളിക്കുന്ന എന്തെങ്കിലും ഉണ്ടായാൽ എത്ര ശൗര്യത്തോടെയാണ് പിതാക്കന്മാർ പ്രതികരിച്ചിരുന്നത്? ഞാൻ ഒരെണ്ണം മാത്രം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. ക്രിസ്തുവൻ അന്ത്യപ്രലോഭനം എന്ന നോവല് നാടകരൂപത്തിലാക്കി കേരളത്തിൽ കളിക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് തൃശൂർ രൂപതയുടെ കുണ്ടുളന്മാർ ജോസഫ് കുണ്ടുളം തിരുമേനി പെട്ടെന്നൊരു പ്രതിഷേധം, പെട്ടെന്ന് അവിടെ പൂരപ്പറമ്പ് എന്ന് പറഞ്ഞ പറമ്പിൽ അവിടെ പെട്ടെന്ന് പ്രതിഷേധം, 10,000-കണക്കിന് ലക്ഷം വരുന്ന എനിക്ക് തോന്നണേ, 10,000-കണക്കിന് ആളുകളാണ് ഈ അന്ത്യപ്രലോഭനം എന്ന നാടകത്തിനെതിരെ പ്രതിഷേധിച്ചത്. ഉടനെ സർക്കാർ ആ നാടകം നിരോധിച്ചു. ഒറ്റ പ്രതിഷേധം മറ്റു പല സ്ഥലത്തും ഉണ്ടായിരിക്കാം, ഞാൻ എല്ലാം കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഏതായാലും തൃശ്ശൂരിൽ വലിയൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അതോടെ നാടകം നിരോധിക്കപ്പെട്ടു. ഈ തോന്നിയ പോലെയുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ വിശ്വാസികളുടെ വികാരം വിജയം നേടിയ സന്ദർഭമായിരുന്നത്. ഈ പശ്ചാത്തലത്തിൽ വീണ്ടും മുതുപ്ലാക്ലച്ചിന്റെ വാക്കുകൾ കേൾക്കണം. എന്നാൽ യഥാർത്ഥ പള്ളികളിൽ, വെറും കലയിലല്ല, സിനിമയിലല്ല, നാടകത്തിലല്ല, യഥാർത്ഥ പള്ളികളിൽ യഥാർത്ഥ വൈദികർ, കലാകാരന്മാരല്ല, യഥാർത്ഥ വൈദികർ, യഥാർത്ഥ പരിശുദ്ധ കുർബാന അർപ്പണങ്ങൾ ഒരു സിനിമയിലോ നാടകത്തിലോ സാഹിത്യ പുസ്തകത്തിലോ അല്ല, യഥാർത്ഥ കുർബാന അർപ്പണങ്ങൾ നടത്തുമ്പോൾ പിശാചുക്കൾ പോലും ചെയ്യാൻ മടിക്കുന്ന അവഹേളനങ്ങൾ, പിശാചുക്കൾ പോലും ചെയ്യാൻ മടിക്കുന്ന അവഹേളനങ്ങൾ നിരന്തരമുണ്ടാവുകയും അതിൽ സോഷ്യൽ മീഡിയയുടെ പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ശക്തമായി അപലപിക്കാനും അതിനെതിരെ പ്രതിഷേധിക്കാനും നിയമ നടപടികൾ വേണമെന്ന് പരസ്യമായി ആവശ്യപ്പെടാനും അതുപോലെ നിയമ നടപടി എടുക്കാനും സഭയിൽ ഒരു മെത്രാൻ പോലും ഇല്ലാതെ പോയി എന്നത് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. വാസ്തവത്തിൽ അങ്ങനെ ഇല്ലാതെ പോയത് കൊണ്ടാണ് ഇവരിങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കുർബാനയെ അവഹേളിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് എന്നെ പോലുള്ള ആളുകൾ പരസ്യമായി രംഗത്ത് വരേണ്ടി വന്നത്. എന്നിട്ട് മലർന്ന് കിടന്ന് തുപ്പാന്നാ പറയണേ, ആണോ? ഈ കുർബാനയുടെ അവഹേളനങ്ങൾ പരസ്യമായിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക, അതിനെതിരെ മെത്രാമാരെ പ്രതിഷേധിക്കേണ്ടത് പരസ്യമായി വന്നിട്ട് മെത്രാമാരില്ലാതെ വന്നത് കൊണ്ടാണ് എന്നെ പോലുള്ള ആളുകൾ പരസ്യമായി വരേണ്ടി വന്നത്. അച്ഛൻ പറഞ്ഞ വാക്കുകൾ എന്തൊരു ശക്തമായ വാക്കുകളാണ്. യഥാർത്ഥ പള്ളികളിൽ യഥാർത്ഥ വൈദികർ യഥാർത്ഥ പരിശുദ്ധ കുർബാന അർപ്പണങ്ങൾ നടത്തുമ്പോൾ പിശാചുക്കൾ പോലും ചെയ്യാൻ മടിക്കുന്ന അവഹേളനങ്ങൾ നിരന്തരം ഉണ്ടാവുകയും ഒരു പ്രാവശ്യമല്ല, അത് സോഷ്യൽ മീഡിയയുടെ പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും അതിനെ ശക്തമായി അപലപിക്കാനും അതിനെ പ്രതിഷേധിക്കാനും നിയമ നടപടികൾ പരസ്യമായി ആവശ്യപ്പെടാനും സഭയിൽ ഒരു മെത്രാൻ പോലും ഇല്ലാതെ പോയി എന്നത് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും നടക്കുന്നില്ലേ ഇല്ലിസിറ്റ് കുർബാന ഓൺലൈനിൽ? അതൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. കർത്താവിന്റെ ഒരു അല്പം സ്നേഹം വേണം, സഭയുടെ അല്പം കൂറും, അല്ലാതെ ഇതൊന്നും നടക്കില്ല. അച്ഛന്റെ വാക്കൽ തുടരുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചത് കണ്ട് ഹൃദയം തകർന്ന ഞാൻ അന്ന് തന്നെ, സാധാരണ ഞാൻ രാത്രിയാണ് വീഡിയോ ചെയ്യാറ്, അന്നത് കണ്ടിട്ട് അവിടെ ഈ ആഭിചാര കുർബാന നടക്കുന്ന കണ്ടിട്ട് അപ്പൊ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടു. സത്യവിശ്വാസ സങ്കടവും രോഷവും ഒക്കെ അതിലുണ്ടായിരുന്നു. എന്റെ ഹൃദയം ജ്വലിക്കുകയായിരുന്നു, ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും വിഷമം കൊണ്ടും. അതിലെന്റെ ചില വാക്കുകൾ സഭ്യമല്ലെന്ന് പറഞ്ഞ് തിരുത്താൻ വരികയാണ് പല മെത്രാന്മാരും ചെയ്തത്. അവിടെ ആഭിചാര കുർബാന നടക്കുന്നു, 18 മണിക്കൂർ ഒരേ ഒരു ഓസ്തി ഉപയോഗിച്ചിട്ട് ആ പള്ളിയിൽ നടക്കുന്ന സംഗതികൾ കണ്ടിട്ട് അങ്ങനെ എന്താ പറയുക, സങ്കടവും രോഷവും എല്ലാം കൂടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. എന്നിട്ടത് എന്റെ വാക്കിൽ സഭ്യമല്ലെന്ന് പറഞ്ഞിട്ട് എന്നെ തിരുത്താനാണ് മെത്രാന്മാർ ചിലർ തയ്യാറായത്. അവര് ശക്തമായി അപലപിച്ചില്ലെന്ന് മാത്രമല്ല, പ്രതിഷേധിച്ചില്ലെന്ന് മാത്രമല്ല, അപലപിച്ചവരെയും പ്രതിഷേധിച്ചവരെയും ചില വാക്കുകൾ സഭ്യമല്ലെന്ന് പറഞ്ഞ് ചാദിക്കാനും തിരുത്താനുമാണ് മെത്രാന്മാർ തയ്യാറായത്. എന്താണ് അതിനർത്ഥം? പരിശുദ്ധ കുർബാനയുടെ അവഹേളനത്തെ അവർ കാര്യമാക്കുന്നില്ല എന്ന് തന്നെ. അതായത് അത് കർത്താവാണെന്ന്, പരിശുദ്ധ കുർബാനയിൽ കർത്താവാണ്, കർത്താവിന്റെ സാന്നിധ്യമാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. സഭ്യമല്ലാത്തൊരു വാക്ക് പറഞ്ഞതാണ് അവർക്ക് പ്രശ്നം, കുർബാനയെ അവഹേളിച്ചതല്ല, ആഭിചാര കുർബാന ചൊല്ലിയതല്ല. വീണ്ടും മുതുപ്ലാക്ലച്ചന്റെ വാക്കുകൾ. തീർച്ചയായും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനസ്സ് നീറാത്ത ഒരു മെത്രാനും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപക്ഷെ വ്യക്തിപരമായ പ്രതികരണങ്ങളും പ്രതിഷേധവും ഒക്കെ മിക്കവരും സിനഡിൽ അവതരിപ്പിച്ചിട്ടുമുണ്ടാകും. എന്നാൽ വിശ്വാസികളുടെ ഇടയിലും പൊതുസമൂഹത്തിലും പരസ്യമായി സംഭവിച്ച ഈ അവഹേളനങ്ങളെക്കുറിച്ച് വ്യക്തിപരമായും കാറ്റുപോലും കയറാത്ത സിനഡ് ഹാളിലും മാത്രം പ്രതികരിച്ചാൽ മതിയെന്ന് വിചാരിക്കുന്നതിന്റെ ദൈവശാസ്ത്രം ഒട്ടും മനസ്സിലാകുന്നില്ല. വിശ്വാസികളുടെ ഇടയിലും പൊതുസമൂഹത്തിലും പരസ്യമായി സംഭവിച്ച ഈ അവഹേളനങ്ങളെക്കുറിച്ച് വ്യക്തിപരമായും
പിന്നെ വളരെ രസകരമായൊരു ഫ്രൈസാണ്, കാറ്റ് പോലും കയറാത്ത സിനഡ് ഹാളിലും മാത്രം പ്രതികരിച്ചാൽ മതിയെന്ന് വിചാരിക്കുന്നതിന്റെ ദൈവശാസ്ത്രം ഞങ്ങൾക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. മെത്രാന്മാരുടെ വിലയിടിഞ്ഞതിന് കാരണം ഇതാണ്. മെത്രാന്മാരെ ജനം വിശ്വസിക്കാത്തതിന് കാരണം ഇതാണ്. മെത്രാന്മാരെ പിതാക്കന്മാർ വിളിക്കേണ്ടെന്ന് ജനം ചിന്തിക്കുന്നതിന് കാരണം ഇതാണ്. മെത്രാന്മാരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന സത്യസന്ധമായ ലേഖനങ്ങളോ വസ്തുതകൾ നിരത്തുന്ന വീഡിയോസ് വരുമ്പോൾ അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന മെത്രാന്മാരെ വിശ്വാസികൾക്ക് വേണ്ട. സത്യവിശ്വാസികളുടെ മനസ്സ് വായിക്കാൻ അറിയാത്ത മെത്രാന്മാരെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ട. വീണ്ടും മുതുപ്പിളക്കളച്ചന്റെ വാക്കുകൾ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ അന്യായമായി തടവിലാക്കപ്പെട്ടപ്പോൾ നമ്മുടെ മിക്ക മെത്രാന്മാരും വളരെ ശക്തമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും പരസ്യമായി നടത്തിയത് കാണാനിടയായി. ഞാൻ ഇതുപോലെ കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്കൊന്നൊരു തട്ടിൽ പിതാവൊക്കെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആ സന്ദർഭത്തിനോ അതിന്റെ മുമ്പൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപത അത് സീറോ മലബാർ സഭയുടെ ആസ്ഥാനമാണെന്നും അവിടേക്ക് എല്ലാ രൂപതകളിൽ നിന്നും വടക്കുനിന്നും തെക്കുനിന്നും എല്ലാ രൂപതകളിൽ നിന്നും സംഘടനകളും അച്ഛന്മാരൊക്കെ ആയിട്ട് ഒരു പ്രദക്ഷിണം, ഒരു റാലി വരണമെന്നും അത് ഓശാന ഞായറാഴ്ച അവിടെ പ്രവേശിക്കണമെന്നും എന്നിട്ട് ഓരോ പള്ളികളും ചെന്നിട്ട് ഞങ്ങൾക്ക് ഏകീകൃത കുർബാന വേണമെന്നും പറയണമെന്ന് ഒരു പ്രതിഷേധം എല്ലാ രൂപതകളിൽ നിന്നും വരണമെന്ന്. എന്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് അതാണ്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം പേര് ആ വീഡിയോ കണ്ടു. എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഇടയിലുള്ള ജനങ്ങളുടെ മനസ്സിലുള്ള വികാരം ഇതാണ്. എല്ലാ രൂപതകളിൽ നിന്നും മെത്രാന്മാരും അച്ഛന്മാരും നേതൃത്വം കൊടുത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് വരിക, ഒരു പ്രതിഷേധം. ഈ കന്യാസ്ത്രീകളെ അന്യായമായി തടവിലാക്കിയപ്പോൾ നമ്മൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചില്ലേ? ഇത് മെത്രാന്മാരെ എല്ലാ രൂപതകളും സംഘടിപ്പിച്ചല്ലോ. എന്തുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് എല്ലാ രൂപതകളിൽ നിന്നും എല്ലാ ഇടവകളും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കാൽനട യാത്ര? അത് എറണാകുളത്ത് വരുമ്പോൾ അവിടെ 96% മനുഷ്യർ നമ്മളെ സ്വീകരിക്കും. ഒന്നുകിൽ അവിടുത്തെ അച്ഛന്മാർ കുർബാന ചൊല്ലും, അൽമായ മുന്നേറ്റക്കാര് വാലും പൊക്കി ഓടും. ഇതാണ് ഞാൻ നിർദ്ദേശിച്ചത്. ഇപ്പൊ ഈ കന്യാസ്ത്രീമാർ അറസ്റ്റ് ചെയ്തപ്പോൾ, അന്യായമായി അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ പ്രതിഷേധത്തിന് തുല്യമായ ഒന്നൊന്ന് എറണാകുളത്തേക്ക് നടത്തിയിരുന്നെങ്കിലോ മെത്രാന്മാർ വിചാരിച്ച നടക്കുമായിരുന്നില്ലേ? ഞാനത് നിർദ്ദേശിച്ചു. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. മോസ്റ്റ് പോപ്പുലർ വീഡിയോ എന്നിട്ട് എന്റെ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ആ വീഡിയോ ആണ് കിടക്കുന്നത്. ഏകദേശം 1.5 ലക്ഷത്തോളം പേരാണത് കണ്ടത്. അതിനർത്ഥം മനുഷ്യരുടെ മനസ്സിൽ വികാരമായിരുന്നു അതെന്നാണ്. വീണ്ടും അച്ഛന്റെ വാക്കുകൾ. ഉടനെ കന്യാസ്ത്രീകൾ വിട്ടയച്ചില്ലെങ്കിൽ ഞങ്ങൾ പാർലമെന്റിന്റെ പടിക്കലേക്ക് വരുമെന്ന് ഒരു മെത്രാൻ പറഞ്ഞപ്പോൾ മറ്റൊരു മെത്രാൻ പറഞ്ഞത് ഭാരതത്തിന്റെ ഭരണഘടന പശു തിന്നുപോയി എന്നാണ്. സഭയിൽ അച്ചടക്കത്തിന്റെയും നിയമവാഴ്ചയുടെയും അടിസ്ഥാനമാകേണ്ട കാനോൻ നിയമം അപ്പാടെ വിഴുങ്ങി ഏമ്പക്കവും വിട്ടിരുന്നാണ് ഈ ഒരു പ്രതികരണം ആ മെത്രാൻ നടത്തിയെന്നതാണ് വിരോധാഭാസം. ഞാൻ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. പക്ഷെ ഈ മെത്രാനെതിരെ ഹിന്ദു ഐക്യവേദിയുടെ ആളുകള് കോടതിയിൽ ഒരു കേസ് കൊടുക്കാൻ തുനിഞ്ഞതാണ്. ഭരണഘടന കുന്തം കുറച്ചക്രം എന്ന് പറഞ്ഞതിനാണ് സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് ഒഴിയേണ്ടി വന്നത്. ഈ മെത്രാൻ ഭരണഘടനയെയും ഹിന്ദുക്കൾ വിശുദ്ധമെന്ന് കരുതുന്ന പശുവിനെയും അപമാനിച്ചുവെന്നാണ് ഹിന്ദു ഐക്യവേദിക്കാർ പറഞ്ഞത്. എന്നാൽ കന്യാസ്ത്രീകൾ അന്യായമായി അറസ്റ്റ് ചെയ്തതിലൂടെ ക്രിസ്ത്യൻ സമുദായം BJPയോട് ഇടഞ്ഞു നിൽക്കുകയാണെന്നും ഹിന്ദു ഐക്യവേദി പാമ്പ്ളാനി പിതാവിനെതിരെ കേസ് കൊടുത്താൽ അത് പിന്നെയും ദോഷം ചെയ്യുമെന്നും ക്രിസ്ത്യാനികൾ തമ്മിൽ അകലുമെന്നും നമ്മൾ അവരിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞ് അവരുടെ നേതാക്കളെ പിന്തിരിപ്പിക്കുകയായിരുന്നു. അതിന് പ്രതിഫലമായിട്ട് എന്നോണമാകണം BJPയെ പുകഴ്ത്തി ആ മെത്താൻ പ്രസ്താവന ഇറക്കിയത്. ഹിന്ദു ഐക്യവേദിക്കാര് പാമ്പ്ളാനി പിതാവിനെതിരെ കേസ് കൊടുത്താലോ എന്ന് ആലോചിച്ചതാ. ഭരണഘടനയെ അവമാനിച്ചു, പശുവിനെ അവമാനിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് ഏതായാലും ഒരു കേസിന് പോയില്ല. ഈ പറഞ്ഞ ആള് കാനോൻ നിയമം മുഴുവൻ അട്ടിമറിച്ചിട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത് എറണാകുളത്ത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഈ മുതുപ്പിളക്കച്ചന്റെ വാക്കുകൾ, സഭയിൽ അച്ചടക്കത്തിന്റെയും നിയമവാഴ്ചയുടെയും അടിസ്ഥാനമാക്കേണ്ട കാനോൻ നിയമം അപ്പാടെ വിഴുങ്ങി ഏമ്പക്കവും വിട്ടിരുന്നാണ് ഈ ഒരു പ്രതികരണം പാമ്പ്ളാനി പിതാവ് നടത്തി എന്നതാണ് വിരോധാഭാസം. വീണ്ടും അച്ഛന്റെ വാക്കുകൾ. 2 ധീരരായ മിഷണറിമാർക്ക് അന്യായമായി തടവിലാക്കപ്പെട്ട് സുവിശേഷം സാക്ഷ്യം വഹിക്കാൻ അവസരം ലഭിച്ചപ്പോൾ അവർ അനുഭവിച്ച അന്യായത്തിനും അധാർമികതയ്ക്കുമെതിരെ ഈ ജനാധിപത്യ രാജ്യത്ത് തീർച്ചയായും നാം പ്രതികരിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ സഭയിലെ മെത്രാന്മാർക്ക് വിശുദ്ധ കുർബാനയോടുള്ള അവഹേളനത്തെക്കാൾ ഗുരുതരവും പ്രതിഷേധയോഗ്യവുമായി തോന്നിയത്
സുവിശേഷത്തെ പ്രതി പീഡ അനുഭവിച്ച സഹോദരിമാരുടെ ജയിൽവാസമാണെന്നത് യഥാർത്ഥത്തിൽ ഭയമുളവാക്കുന്നു. എന്താണ് ഇതിൽ നിന്ന് വെളിപ്പെടുന്ന സത്യം? പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ മിശിഹായുടെ യഥാർത്ഥ സാന്നിധ്യമുണ്ടെന്ന് നമ്മുടെ മെത്രാന്മാരിൽ ചിലർ വിശ്വസിക്കുന്നില്ല. ഞാൻ എത്രയോ വീഡിയോസിലൂടെ പറയുന്നു, നമുക്ക് കത്തോലിക്കരല്ലാത്ത മെത്രാന്മാർ വേണ്ടെന്ന്. നമുക്കുള്ള പല മെത്രാന്മാരും പ്രോട്ടസ്റ്റന്റുകാരുടെ അത്ര പോലും വിശ്വാസമില്ലാത്തവരാണ് കുർബാനയിൽ. വീണ്ടും അച്ഛന്റെ വാക്കുകൾ. സഭയിലെ വിശുദ്ധരായ പിതാക്കന്മാർ നൂറ്റാണ്ടുകളോളം പീഡ അനുഭവിച്ചും ജീവൻ കൊടുത്തും സംരക്ഷിച്ച് പാലിച്ച വിശുദ്ധ കൂദാശകളുടെ സമകാലിക സംരക്ഷകർ ഈ പൈശാചികമായ അവഹേളനങ്ങൾക്ക് മുമ്പിൽ തങ്ങൾ ദൗത്യം മറന്ന് മൗനികളായി മാറുന്നത് വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ തീരെ കഴിയുന്നില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മെത്രാന്മാരുടെ വില ഇടിയുന്നു, അവരുടെ നിലവാരം താഴ്ന്നു പോകുന്നു, അവർ തറയേക്കാൾ താഴ്ന്ന തത്തറയായി മാറി നിൽക്കുന്നു. വീണ്ടും അച്ഛന്റെ വാക്കുകൾ. പുതിയ മെത്രാപ്പൊലിത്തന്മാരെയും മെത്രാന്മാരെയും അഭിനന്ദിച്ചുകൊണ്ട് സിനഡിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തില് മെത്രാന്മാർ അനുഭവിച്ച സഹനങ്ങൾക്കും ഒറ്റപ്പെടലുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ശേഷം ദൈവം നൽകിയ സന്തോഷ സമ്മാനമാണ് ഈ പുതിയ നിയമനങ്ങളെന്ന് സൂചിപ്പിക്കുന്നത് കേട്ടു. തീർച്ചയായും എറണാകുളം പ്രശ്നവുമായി ബന്ധപ്പെട്ട മെത്രാന്മാർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ വിവരണാതീതമാണ്, സംശയമില്ല. എന്നാൽ സൂചി കൊണ്ടെടുക്കാമായിരുന്നതിനെ JCB കൊണ്ടുപോലും നീക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത് വേണം ഇങ്ങനൊരു സങ്കടം പങ്കുവയ്ക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അച്ഛന്റെ വാക്കുകളോട് യോജിച്ചുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ. അച്ഛൻ പറഞ്ഞല്ലോ സൂചി കൊണ്ട് എടുക്കാമായിരുന്നു എന്നുള്ളത് വളരെ സത്യമാണത്. സിറിൽ വാസിൽ പിതാവിന്റെ കാലത്ത് ഏകദേശം ഈ പ്രശ്നം തീരുന്ന ഒരു ഘട്ടം വന്നിരുന്നു. രണ്ട് പുരോഹിതന്മാരെ ഉടുപ്പൂരി വിടുക എന്ന തീരുമാനം നടപ്പാക്കുക. അത് നടപ്പാക്കുമെന്ന് ഘട്ടം വന്നപ്പോൾ മറ്റെല്ലാ വൈദികരും അനുസരണത്തിലേക്ക് വരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഈ വൈദികർ രണ്ടുപേരിൽ പുറത്താക്കപ്പെടും, ഉടുപ്പൂരി വിടുമെന്ന് വന്ന രണ്ട് വൈദികരിൽ ഒരാള് താൻ പുറത്തേക്കാണ്, കത്തോലിക്ക സഭയ്ക്ക് പുറത്തേക്ക് പോകുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ് മദ്യം കുടിച്ച് വെളിവ് കെട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാ. അതായത് രണ്ടുപേരെ ഉടുപ്പൂരി വിടാൻ തീരുമാനിച്ചപ്പോൾ മറ്റു വൈദികരെല്ലാവരും അനുസരിക്കാൻ തയ്യാറായി വന്നതാണ്. അത് പക്ഷേ തട്ടിപ്പോയി. ഇപ്പോഴും അവർ സഭയിൽ നിൽക്കുകയാണ്. ഉടുപ്പൂരി വിടണമെന്ന് സിറിൽ പിതാവ് നിർദ്ദേശിച്ച് രണ്ടുപേർ ഇപ്പോഴും നിൽക്കുകയാണ്. 2024 ജൂൺ 9 സർക്കുലർ ഇറങ്ങിയപ്പോൾ അതാണ് ഏറ്റവും നല്ല സർക്കുലർ ആയിരുന്നത്. 200ഓളം വൈദികര് ഏകം സഭയുടെ ഒറ്റക്കെട്ട് പൊട്ടിച്ച് ഏകീകൃത കുർബാന ചൊല്ലാൻ വേണ്ടി വന്നതാണ്. ആ സാഹചര്യം മുതലെടുക്കാതെ ചില വിമത മെത്രാന്മാരുടെ കെണികളിൽ വീണതാണ് പ്രശ്നം ഇത്രയും രൂക്ഷമാക്കിയത്. അപ്പോൾ അവർക്ക് പിന്നെയും ശക്തി കൂടി. ആ വിമത വൈദികരെന്ത് താക്കീത് ചെയ്യാൻ പോലും മെത്രാന്മാർക്ക് കഴിഞ്ഞോ? കുറച്ച് മെത്രാന്മാർ പുറത്ത് വന്നിട്ട് വിയോജനക്കുറിപ്പൊക്കെ പരസ്യമാക്കിയില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ വിയോജനക്കുറിപ്പ് പരസ്യമാക്കിയത് ശരിയല്ലെന്ന് എന്തുകൊണ്ട് മറ്റു മെത്രാന്മാർ പറഞ്ഞില്ല? സഭയെ വെറുക്കുന്ന, സുറിയാനി സഭയെ വെറുക്കുന്ന മെത്രാന്മാർക്ക് എന്തും ചെയ്യാം. സ്നേഹിക്കുന്നവർക്കോ എന്താ അവരുടെ വായിലൊന്നും നാക്കില്ലേ? വീണ്ടും മുതുപ്പിളാക്കളച്ചന്റെ വാക്കുകൾ. തങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വാചാലരാകുന്ന മെത്രാന്മാർ തങ്ങളുടെ നിസ്സംഗതിയോ പക്ഷം ചേരലോ നിമിത്തം ദൈവജനം അനുഭവിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ഒട്ടും ആകുലരല്ല എന്ന് പ്രതീതി ജനിപ്പിക്കുന്നത് വിശ്വാസികൾ വീണ്ടും നിങ്ങൾ അകലാനെ ഉപകരിക്കൂ എന്നത് മറക്കരുത്. അച്ഛനോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ട് ഞാനൊരു ചെറിയ തിരുത്ത് നിർദ്ദേശിക്കുകയാണ്. ദൈവജനം അനുഭവിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ഒട്ടും ആകുലരല്ല എന്ന പ്രതീതി ജനിപ്പിക്കുന്നത് വിശ്വാസികൾ വീണ്ടും നിങ്ങൾ അകലാനെ ഉപകരിക്കൂ. പ്രതീതിയല്ല, ശരിക്കും അങ്ങനെയാണ്. ഈ എറണാകുളം അങ്കമാലി പ്രശ്നത്തെക്കുറിച്ച് ഈ സമവായ മാർഗരേഖ ഉണ്ടാക്കിയപ്പോൾ ഒരു മെത്രാൻ അഭിപ്രായപ്പെട്ടത് ഇനി ഇങ്ങനെ ഒരു 10-15 കൊല്ലം പോകുന്നതാണ്. ഇനി ഇങ്ങനെ 10-15 കൊല്ലം പോകട്ടെ എന്ന്. ആ മെത്രാനായിരിക്കില്ല പാമ്പളാനി പിതാവിനും തട്ടിൽ പിതാവിനും ഒക്കെ ഉപദേശം കൊടുക്കുന്നത്. ഇനി ഇങ്ങനെ 10-15 കൊല്ലം ഇങ്ങനെ പോകട്ടെ. എനിക്ക് അദ്ദേഹത്തോട് കയർത്ത് സംസാരിക്കേണ്ടി വന്നു. ദൈവജനം അനുനിമിഷം വേദനിക്കുകയാണ്. വിമത വൈദികർ അവരെ പീഡിപ്പിക്കുന്നതിന് കയ്യും കണക്കുമില്ല. അവരുടെ ആധ്യാത്മിക കാര്യങ്ങൾ നടക്കാൻ പറ്റാതെ ശരിക്കും വിഷമിക്കുകയാണ്, വല്ലാതെ വിഷമിക്കുന്നു. അനുനിമിഷം ഹൃദയനേറ്റൽ അനുഭവിക്കുന്നു, പ്രതിസന്ധി അനുഭവിക്കുന്നു, വിശ്വാസ പ്രതിസന്ധി അനുഭവിക്കുന്നു. അപ്പൊ ഒരു വല്ലാത്ത സ്ഥിതിവിശേഷമാണ്. അത് മെത്രാന്മാർ തിരിച്ചറിയുന്നില്ലെങ്കിൽ അവരുടെ വേവലാതികളും നിലവിളികളും മെത്രാന്മാർക്കെതിരെ തിരിയും. ദൈവം അത് അവരുടെ നിലവിളികൾ കേൾക്കും. വീണ്ടും അച്ഛന്റെ വാക്കുകൾ.
സിനഡിനെക്കുറിച്ചും സഭയിലെ മെത്രാന്മാരെക്കുറിച്ചും വിശ്വാസികൾക്കും പൊതുസമൂഹത്തിൽ സഭയെ നിരീക്ഷിക്കുന്നവർക്കും ഇപ്പോഴുള്ള കാഴ്ചപ്പാട് എന്തെന്ന് ഇനിയും നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അപജയം പൂർണ്ണമാകും. വല്ല സംശയമുണ്ട് ഇക്കാര്യത്തില്? ഓഫീസിൽ നിന്ന് പുറം ലോകവുമായി ബന്ധമില്ലാത്ത വാഹനത്തിൽ കയറി കൈകൂപ്പി നിൽക്കുന്ന വിശ്വാസികളിലേക്ക് ചെന്നിറങ്ങി ഔദ്യോഗിക കർമ്മങ്ങൾ നിർവഹിച്ച് അടുത്ത സ്ഥലത്തേക്ക് തിരക്കിട്ട യാത്രയാകുമ്പോൾ ഒരിക്കലും വിശ്വാസ സമൂഹത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും വികാരങ്ങൾ തിരിച്ചറിയാൻ മെത്രാന്മാർക്ക് സാധിക്കില്ല. ഇവിടെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം. താൻ പോളണ്ടിലല്ലേ, താൻ യൂറോപ്പിലൊക്കെ അങ്ങനെ കറങ്ങി നടക്കല്ലേ, തനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ അറിയാം? ഞങ്ങൾക്ക് ഗ്രാസ് റൂട്ട് തലത്തിൽ പ്രശ്നങ്ങൾ അറിയാം എന്നാണ് ഒരു മെത്രാൻ എന്നോട് പറഞ്ഞത്. നിങ്ങൾ പറയൂ, എനിക്കാണോ അവർക്കാണോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങളുടെ ഗ്രാസ് റൂട്ട് ലെവലിലെ പ്രശ്നങ്ങൾ ശരിക്കും അറിയുന്നത്? നിങ്ങൾ വീഡിയോ കേൾക്കുന്നവർ കമന്റ് ചെയ്യൂ. ഒരു മെത്രാൻ എന്നോട് പറഞ്ഞതാണ്, തനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എന്താ അറിയാം? താൻ വിദേശത്തല്ലേ, താൻ ക്ലാസും ധ്യാനവുമായിട്ട് നടക്കല്ലേ, ഇവിടുത്തെ ഈ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലെ കാര്യങ്ങൾ ഞങ്ങൾക്കല്ലേ അറിയാമെന്നാണ് ഒരു മെത്രാൻ എന്നോട് പറഞ്ഞത്, നേരിട്ട് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ പറയൂ, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങളും സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങളും ഞാൻ പറയുന്നതാണോ അതോ അവര് പറയുന്നത് പോലെ അതാണോ ഞാൻ പറയുന്നതാണോ അവര് പറയുന്നതാണോ ശരി? നിങ്ങൾ സ്വതന്ത്രമായിട്ട് ഇട്ടോളൂ. എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും ഇടേണ്ട കാര്യമില്ല. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്നതാണോ യഥാർത്ഥ പ്രശ്നങ്ങൾ? സീറോ മലബാർ സഭയുടെ പ്രശ്നങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്നതാണോ അതോ ഗ്രാസ് റൂട്ട് ലെവലിൽ കാര്യങ്ങൾ അറിയുന്ന അവരാണെന്നുള്ള അവരുടെ അവകാശവാദമാണോ ശരി? നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ളത് എഴുതിയാൽ മതി. എനിക്കെതിരെ എത്ര എഴുതിയാലും എനിക്കൊരു വിഷമമില്ല. ഞാൻ സത്യമാണെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാണ് താനും. വീണ്ടും അച്ഛന്റെ വാക്കുകൾ. ചുറ്റും ചേർന്ന് നിൽക്കുന്നവരുടെ ആദരവിന്റെയും മിനുക്കിത്തേച്ച വാക്കുകളുടെയും സുരക്ഷിതമായി കവചം പൊളിച്ച് ഒട്ടും ഔദ്യോഗികതയില്ലാതെ വിശ്വാസ സമൂഹത്തിന് നടുവിൽ നിന്നാൽ മാത്രമേ അവരുടെ പ്രതീക്ഷകളും നിരാശകളും അവർ അനുഭവിക്കുന്ന വിശ്വാസ പ്രതിസന്ധികളും തിരിച്ചറിഞ്ഞ് അവരുടെ ഹൃദയത്തിലേറ്റു വാങ്ങാൻ കഴിയൂ. അതൊരു പക്ഷേ മെത്രാന്മാർക്ക് വിശ്വാസ സംരക്ഷകരെന്ന നിലയിൽ ധീരമായ ചുവടുവെപ്പുകൾ നടത്താനുള്ള പ്രേരണയും പ്രചോദനവുമായി തീരാം. എനിക്കൊന്നും കൂട്ടിച്ചേർക്കാനില്ല. വളരെ ഭംഗിയായി അച്ഛൻ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. വീണ്ടും അച്ഛന്റെ വാക്കുകൾ. അഭ്യുന്ന പിതാക്കന്മാരെ, വിശുദ്ധ കൂദാശകൾക്ക് എറണാകുളത്തുണ്ടായ അവഹേളനങ്ങൾക്കെതിരെ തക്കതായ നടപടികൾ ഇപ്പോഴും വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നു. അവരെ ചാട്ടവാറിനടിക്കുന്നത് കണ്ട് ആനന്ദിക്കാനല്ല, സഭയിൽ നിയമവാഴ്ച നിലവിലുണ്ടെന്ന് സ്വയം ബോധ്യപ്പെട്ട് കൂദാശകളുള്ള ഭയഭക്തി ബഹുമാനത്തിൽ വളരാനും മക്കളെ വളർത്താനും വിശ്വാസികൾക്ക് അങ്ങനെ ഒരു സാക്ഷ്യം അനിവാര്യമാണ്. ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ആഭിചാര കുർബാന അർപ്പിച്ചവര് അതിനാൽ തന്നെ സഭയ്ക്ക് പുറത്താണ്. അവർ കത്തോലിക്ക സഭയ്ക്ക് പുറത്താണ്. അവർ കത്തോലിക്കരല്ല. ഓട്ടോമാറ്റിക്കായിട്ട് അനിത്യസിദ്ധമായി അവരെ കത്തോലിക്ക സഭയ്ക്ക് അകത്ത് കയറ്റണമെങ്കിലും ഇങ്ങനൊരു ശിക്ഷാ നടപടി വേണം. അപ്പോൾ ഈ വിശ്വാസികൾക്ക് സാക്ഷ്യം നൽകാൻ വേണമെന്ന് അച്ഛൻ പറഞ്ഞത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയാണ്, ഒന്ന് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. പിന്നെ സാധാരണക്കാരായ വൈദികര് അഭിമന്യ പിതാക്കന്മാരിങ്ങനെ ഉപദേശിക്കേണ്ടി വരുന്നത് സഭയ്ക്ക് ഭൂഷണമല്ല. ഇപ്പം മുതുപ്പിളാക്കളച്ചനോ മാണിപ്പറമ്പലച്ചനൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുന്നു മെത്രാന്മാരോട്. അത് അത്ര നല്ല സംഗതി അല്ലല്ലോ. പക്ഷെ ഞങ്ങൾ പറയാൻ നിർബന്ധിതരാകുകയാണ്. കാരണം എന്താ? ജനങ്ങൾ മെത്രാന്മാരെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും മെത്രാന്മാർ ചെയ്യാതെ വരുമ്പോൾ ജനങ്ങളെ സഭയോടത്ത് നിർത്താൻ, കർത്താവിനടുത്ത് നിർത്താൻ ഇങ്ങനെ ഞങ്ങൾക്ക് പരസ്യമായി ഇറങ്ങേണ്ടി വരികയാണ്. വീണ്ടും അച്ഛന്റെ വാക്കുകൾ. സഭയിൽ അച്ചടക്കവും നിയമവാഴ്ചയും സംഘബലത്തിന് മുമ്പിൽ അടിയറ വയ്ക്കാനുള്ളതല്ലെന്ന സന്ദേശം സഭയ്ക്കും പൊതുസമൂഹത്തിനും വീണ്ടും നൽകുന്നതിനും അങ്ങനെ ഒരു നടപടി ആവശ്യമാണ്. കൂദാശകളെ ഈശോയുടെ പ്രവൃത്തിയായി കണ്ട് ഈശോയുടെ സ്ഥാനത്ത് നിന്ന് അത് വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുന്നതാണ് തങ്ങളുടെ ജീവിതത്തിന് അടിസ്ഥാനവും അർത്ഥവും നൽകുന്നതെന്ന ബോധ്യത്തിൽ ജീവിക്കുന്ന വൈദികർക്ക് ഉണ്ടായിരിക്കുന്ന അസ്തിത്വ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കൂദാശകളെ അവഹേളിച്ചവർക്കെതിരെ നടപടി ഉണ്ടായേ മതിയാകൂ. കൂടാതെ ഇക്കാലമത്രയും സിനഡിന്റെ വാക്ക് വിശ്വസിച്ച് നഷ്ടം സഹിച്ചും സഭയുടെ തീരുമാനങ്ങൾ ചേർന്ന് നിൽക്കുകയും ഇപ്പോൾ കബളിപ്പിക്കപ്പെട്ടുമെന്ന വികാരത്തിൽ നിരാശയോടെ പ്രതികരിക്കുകയും ചെയ്യുന്ന വിശ്വാസികളോട് സാമാന്യ നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇനി ആരാണ് സിനഡിനൊപ്പം നിൽക്കുക? വളരെ ശക്തമായ വാക്കുകളാണ് മുതുപ്പിളാക്കളച്ചന്റെ. ഈ ആത്മായ മുന്നേറ്റക്കാര് സഭയോടൊപ്പം നിന്നവരെ സിനഡോളികൾ എന്ന് വിളിച്ചിരുന്നേ. സിനഡോളികൾ, അതായത് സിനഡിന്റെ കൂടെ നിൽക്കുന്നവർ, മെത്രാൻ സിനഡിനെ വിശ്വസിച്ചവർ, മെത്രാൻ സിനഡ് എടുത്ത തീരുമാനം നടപ്പാക്കാൻ മെത്രാന്മാരുടെ കൂടെ നിന്നവർ. മെത്രാന്മാർ അവർ കൈവിടുക മാത്രമല്ല, അവർ കളിയാക്കി, ആക്ഷേപിച്ചു. അവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്തിട്ടാണ് ഈ പല കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാനായിട്ട് കണ്ടെത്തിയത്. ആ പണമെങ്കിലും അവർക്ക് തിരിച്ചു കൊടുക്കൂ.
കബളിപ്പിച്ചത് പോട്ടെ, വ്യക്തികൾക്ക്, സംഘടനകൾക്കൊന്നുമല്ല, സഭയുടെ കൂടെ നിന്ന വ്യക്തികൾക്ക്, അവരെയാണ് പാമ്പളാനി പിതാവും തട്ടിൽ പിതാവും പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ചത്, അറസ്റ്റ് ചെയ്യിച്ചത്. തട്ടിൽ പിതാവ് അതിന് അനുവാദം കൊടുത്തു, ഒത്താശം ചെയ്തു കൊടുത്തു. എന്നിട്ട് അവരെ തന്നെ പരിഹാരമായിട്ട് ആരാധന നടത്തുമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുക. വാസ്തവത്തിൽ വിശ്വാസികൾ ആരെങ്കിലും ആരാധനയിൽ പങ്കെടുക്കാൻ പോയിന്ന് കരുതുക. അവര് ആരാധനയ്ക്ക് കർത്താവിന് മുമ്പിൽ ഇരിക്കുമ്പോൾ എന്തായിരിക്കും ഈ വിശ്വാസികൾ പറയുക? ഈ 2 പേരെ ഞങ്ങളുടെ സഭയിൽ നിന്ന് മാറ്റി തരുമോ? അല്ലേ? ആരാധനയ്ക്ക് വിശ്വാസികൾ പോയാൽ ഈ പരിശുദ്ധ കുർബാന അവഹേളിച്ചവർക്കെതിരെ അല്ലേ പരിഹാരം ചെയ്യാനുള്ള ആരാധനയ്ക്ക് ചെന്നാൽ വാസ്തവത്തിൽ സത്യവിശ്വാസികൾ എന്താ ചെയ്യുക? ഈ 2 പേരെ, ഈ 2 മെത്രാന്മാരെ ഞങ്ങളുടെ സഭയിൽ നിന്ന് മാറ്റി തരുമോ? അവർ ചെയ്യുന്ന അവഹേളനത്തെക്കാൾ വലുതല്ല ആഭിചാര കുർബാന അർപ്പിച്ച വൈദികർ ചെയ്തെന്നാണ് അവർ പറയുക. വിശ്വാസികളുടെ പ്രാർത്ഥന സഭാ തലവനും അദ്ദേഹത്തിന്റെ വികാരി മെത്രാപൊലീത്തക്കും എതിരായിരിക്കും. അത്രമാത്രം സങ്കടവും ദേഷ്യവും നീരസവും വിഷമവും അനുദിന പീഡനങ്ങളും ഉപദ്രവവും ക്ലേശങ്ങളും അവർ സഹിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനകൾ, ഈ ആരാധനയ്ക്ക് ചെല്ലുന്ന ആളുകളുടെ പ്രാർത്ഥന മുഴുവൻ സഭാ തലവനെതിരെയും വികാരി മെത്രാപൊലീത്തയ്ക്ക് എതിരായിരിക്കും എന്നാണ് എനിക്ക് തോന്നണേ. കാരണം അത്രമാത്രം അധപതിച്ച തരത്തിലാണ് അവർ പെരുമാറുന്നത്. ഇതുകൊണ്ടാണ് ഈ സങ്കടങ്ങളൊക്കെ പങ്കുവെക്കേണ്ടി വരുന്നത്. ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്തിനാ? ഒരു തരം ശരിക്കും ശീഷ്മയിലാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ സീറോ മലബാർ സഭയിലെ നേതൃത്വം ശീഷ്മയിലാണ്. അതായത് മാർപ്പാപ്പയ്ക്കെതിരെ, സഭയുടെ ഐക്യതയ്ക്കെതിരെ. അതുപോലെ ഈ പാഷാണ്ഡം മുഴുവൻ പഠിപ്പിക്കുന്ന ആ വൈദികരെയും മുന്നേറ്റക്കാരെയും ചേർത്ത് പിടിക്കുമ്പോൾ അവർ വേദവിപരീതമാണ്, പാഷാണ്ഡതയാണ്. ഈ കത്തോലിക്ക സഭയിലെ എന്നും വിശ്വാസം എന്ന് പറഞ്ഞൊരു പോരാട്ടമായിരുന്നു. അബദ്ധ സിദ്ധാന്തങ്ങൾക്കെതിരെയുള്ള പോരാട്ടം, ശീഷ്മയ്ക്കെതിരെ പോരാട്ടം. അങ്ങനെ ഒരു പോരാട്ടം നടത്തുകയാണ് ഞാൻ ചെയ്യുന്നത്, മുതുപ്ലാക്ലച്ചൻ ചെയ്യുന്നത്, അതുപോലെ കുറെ പേര് ചെയ്യുന്നത്. അതുകൊണ്ട് വേദവിപരീതം എന്ന അബദ്ധ സിദ്ധാന്തങ്ങൾക്കെതിരെ, പാഷാണ്ഡതകൾക്കെതിരെയും ഇപ്പോൾ സഭാ നേതൃത്വം വഹിക്കുന്ന ശീഷ്മയ്ക്കെതിരെയും പരസ്യമായി നിലപാടെടുക്കേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ പരസ്യമായി നിലപാടെടുക്കുന്നത്. അച്ഛനോട് ചേർന്ന് ഞാനും നിൽക്കുന്നത്, എന്നോട് ചേർന്ന് അച്ഛൻ നിൽക്കുന്നത്, ജനങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. ഇത് മെത്രാന്മാർ തിരിച്ചറിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് മുന്നോട്ട് പോകാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാകും. അങ്ങനെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മെത്രാൻ സിനഡിന് പിഴച്ചതെവിടെ? ഇതൊരു പൊതുജനങ്ങളിലെ വിശ്വാസികളിടയിൽ നിലനിൽക്കുന്ന ഒരു വികാരം ഞാൻ പങ്കുവെക്കുന്നതാണ്. 100% ശരിയാണോ എനിക്കറിയില്ല, എങ്കിലും ചിലതെല്ലാം ശരിയാണ്. അവർ പറയുന്നതിനകത്തൊരു പോയിന്റ് ഉണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ അത് പങ്കുവെക്കുന്നത്. ഈ അമിതമായ സൗഹൃദവും അനാവശ്യമായ കൂട്ടുകെട്ടുകളും അതാണ് മെത്രാൻ സിനഡിന് പിഴയ്ക്കാൻ കാരണമെന്നാണ് പൊതുജനങ്ങളുടെ വിലയിരുത്തൽ. മിതമായ അടുപ്പം വേണം, ആവശ്യമായ കൂട്ടുകെട്ടുകളും വേണം. പക്ഷെ അമിതമായ സൗഹൃദം, മിതമല്ലാത്തത്, അതിൽ അനാവശ്യമായ കൂട്ടുകെട്ടുകൾ, അത് നല്ലതല്ല. വ്യക്തിപരമായ അടുപ്പം മൂലം ചില കാര്യം നോ പറയേണ്ടി വരുന്നിടത്ത് അത് പറയാൻ പറ്റാതെ വരുന്നു. ദൈവത്തെക്കാൾ സഹപ്രവർത്തകരെയോ മനുഷ്യരെയോ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ആർക്കും സംഭവിക്കുന്ന വീഴ്ചയാണിത്. സഭയുടെ സത്യവിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലനം കണ്ടിട്ടും അത് തെറ്റാണെന്നും തിരുത്തണമെന്നും പറയാൻ പറ്റാത്ത വിധം മാനുഷിക സ്നേഹിതന്മാരായി, സുഹൃത്തുക്കളായി മെത്രാന്മാർ മാറിയിരിക്കുന്നു. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയണേ, പക്ഷെ പലരും. നമ്മുടെ മതത്തിന്റെ രഹസ്യം, അങ്ങനെയാണ് പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക്, നമ്മുടെ മതത്തിന്റെ രഹസ്യം, അത് ക്രിസ്തുവിന്റെ രഹസ്യമാണ്. അതിന്റെ സംരക്ഷകരും കാവൽക്കാരുമാണ് മെത്രാന്മാർ എന്ന സത്യം അവര് സൗകര്യപൂർവ്വം മറന്നു പോവുകയാണ്. ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുക, മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് തന്നെ, പക്ഷെ ഒന്നും ചൂണ്ടിക്കാണിക്കുകയാണ്. പാലായിലെ പ്രസംഗത്തില് ഏറ്റവും കൂടുതൽ തന്റെ കൂടെ നിന്ന ആള്, ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആള് എന്ന് പാലാ പിതാവിനെ പുകഴ്ത്തേണ്ട കാര്യം തലശ്ശേരി പിതാവിനുണ്ടായിരുന്നോ? തലശ്ശേരി പിതാവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പാലാ പിതാവാ? അത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായോ? എന്നെ ഏറ്റവും കൂടുതൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത് പാലാ പിതാവാണ് എന്ന് പറയേണ്ട കാര്യം തലശ്ശേരി പിതാവിനുണ്ടായിരുന്നോ? എന്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന ആൾ എന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അദ്ദേഹത്തെ പ്രസംഗിക്കാൻ നിർബന്ധിച്ചതാണ് പാലാ പിതാവ് എന്ന് അവിടെ പറയുണ്ടായി, അദ്ദേഹം പറയുണ്ടായി. അങ്ങനെ നിർബന്ധിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? വിശേഷിച്ചും സഭാ കോടതി
തലശ്ശേരി മെത്രാനെ കുറ്റക്കാരനെന്ന് കണ്ട് അദ്ദേഹത്തിനെതിരെ വിധി പ്രസ്താവിച്ചൊരു സന്ദർഭമായിരുന്നത്. ആ കാര്യം പറഞ്ഞിട്ട് വകതിരിവുള്ളവർ അങ്ങനെ ഒരു ചെയ്യുക, പിതാവ് ഈ പരിപാടിക്ക് വരണ്ട, ദയവായിട്ട് വരണ്ട, അതൊരു തെറ്റായ സന്ദേശം നൽകും, കുറ്റവിമുക്തനായിട്ട് നമുക്കൊരു ഒരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കാം എന്ന് പറയല്ലേ വേണ്ടിയിരുന്നത്. അതല്ലേ വകതിരിവ് എന്ന് പറയണേ, വിവേകം എന്ന് പറയണേ, അതല്ലേ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ ഒന്ന്. അതിന് പിന്നാലെ തലശ്ശേരി പിതാവിന് രണ്ടാം അക്വിനാസ് എന്ന് പാലാ പിതാവ് പുകഴ്ത്തിയത് അസ്ഥാനത്തായി പോയില്ലേ? സഭാ കോടതി കുറ്റക്കാരനെ വിധി പ്രസ്താവിച്ച ഒരാളെ രണ്ടാം അക്വിനാസ് എന്നൊക്കെ പറയുക, അത് ഭയങ്കര മോശമായി പോയില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുവെന്നും മെത്രാന്മാർക്ക് എന്തൊക്കെയോ ഒളിക്കാനുണ്ടെന്നും മെത്രാന്മാർക്കിടയിൽ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നും വിശ്വാസികൾ ചിന്തിക്കാനത് ഇടയായി. അങ്ങനെ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടായാലും ഇല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ചിന്ത വന്നുല്ലോ. ഈ മെത്രാന്മാരെന്ന സ്വകാര്യ കുടുംബത്തിലെ ആളുകളല്ലല്ലോ, സഭയുടെ ആളുകളല്ലേ. അപ്പോൾ കർത്താവിനോ വിശ്വാസത്തിനോ സഭയ്ക്കോ അവർ വലിയ വില കൽപ്പിക്കുന്നില്ലെന്നും തങ്ങളുടെ മാനസിക സൗഹൃദത്തിനാണ് എല്ലാ വിലയും കൊടുക്കുന്നതെന്നും ഒരു പ്രതീതിയല്ലേ സഭാന്തരീക്ഷത്തിൽ ഉണ്ടായത്. ആദ്യം വിവേകരഹിതമായി പ്രവർത്തിച്ചുവെങ്കിലും ഇപ്പോൾ മൂലക്കാട്ട് പിതാവ് അപകടം മണക്കുകയും വകതിരിവോടെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്നാനായ മെത്രാപ്പോലിത്തയും അച്ചടക്ക നടപടി നേരിടേണ്ടി വരിക എന്നൊരവസ്ഥ അദ്ദേഹം ഒഴിവാക്കി. പക്ഷെ ഒരു അല്പം കൂടെ വിവേകം മുൻപ് കാണിച്ചിരുന്നെങ്കിൽ ഈ നാണക്കേട് ഒഴിവാക്കാമായിരുന്നു. എന്താ നാണക്കേട്? ആദ്യം സ്പെഷ്യൽ ട്രിബ്യൂണൽ സസ്പെൻഡ് ചെയ്യുന്നുള്ള ഉത്തരവ്, പിന്നെ അതിന്റെ എതിർപ്പ് വന്നപ്പോൾ അത് ഭാഗികമായി പിൻവലിക്കുക, ഇപ്പൊ പൂർണ്ണമായും പിൻവലിക്കുക. ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ? ഈ വക കാര്യങ്ങൾക്ക് അറിയാതെയാണോ ഇതിന്റെ തലപ്പത്തിരിക്കണേ? ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായി രേഖപ്പെടുത്തപ്പെടുകയില്ലേ? അപ്പൊ ആദ്യം ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ അവരെ കേൾക്കാതെ തന്നെ അവർ സസ്പെൻഡ് ചെയ്തത് ഈ പാമ്പളാനി പിതാവിന്റെ സ്വാധീനത്തിൽ പെട്ടുപോയിട്ടാണെന്ന് മൂലക്കാട്ട് പിതാവിനെ കുറിച്ച് ഒരു സഭാന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു ചിന്ത വന്നില്ലേ? പിന്നെ കാനൻ ലോ അനുസരിച്ച് അപ്പസ്തോലിക സിഗ്നത്തോറ വരെയൊക്കെ പോകും, അത് വത്തിക്കാന്റെ നടപടി ക്ഷണിച്ചു വരുത്തുമെന്ന് പറഞ്ഞപ്പോൾ വാക്ക് മാറി. ഇങ്ങനെ തലതിരിഞ്ഞ് നാണക്കേടുണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? അപ്പൊ നിങ്ങളുടെ സൗഹൃദങ്ങള് സഭയെ ബാധിക്കുന്നതാണെങ്കിൽ സോറി പിതാവേ, ഇക്കാര്യത്തിൽ എനിക്ക് കാനൻ ലോ വിട്ട് മറിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ ചങ്കൂറ്റം എന്തേ ഇല്ലാതെ പോകുന്നു. ഈ സിനഡില് ഈ സഭാ കോടതി സ്പെഷ്യൽ ട്രിബ്യൂണല് കുറ്റക്കാരനെന്ന് കണ്ടെത്തി രണ്ടുപേരും മാറി നിൽക്കൂ, നിങ്ങൾ ആ സിനഡിൽ പങ്കെടുക്കേണ്ടെന്ന് പറയേണ്ടിയിരുന്നില്ലേ? നിങ്ങളുടെ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പങ്കെടുക്കാം എന്ന് പറയേണ്ടിയിരുന്നില്ലേ? അതല്ലേ ഒരു മര്യാദ. അപ്പൊ ഒരു സന്ദേശം നമ്മൾ കൊടുക്കുകയാണ്, സഭയുടെ കാര്യത്തിലും കർത്താവിന്റെ കാര്യത്തിലും ഒക്കെ കാനോനിന്റെ കാര്യത്തിലൊക്കെ മെത്രാന്മാർക്ക് ധീരമായ ഒരു നിലപാടുണ്ടെന്ന്. ഈ മെത്രാൻ സിനഡിൽ വികാരി മെത്രാപ്പോലിത്തയെ മേജർ ആർച്ച് ബിഷപ്പ് ശാസിച്ചുണ്ടാവുമോ? ആർക്കറിയാം? മേജർ ആർച്ച് ബിഷപ്പിന് അത് കഴിയോ? മേജർ ആർച്ച് ബിഷപ്പും കുറ്റക്കാരനെന്ന് സഭാകോടതി കണ്ടെത്തിയിരിക്കുക. അപ്പൊ ധാർമ്മികവും ആത്മീകവും കാനോനികമായ ശക്തി ചോർന്നു പോയി നിൽക്കുകയാണ് ഒരു സഭയുടെ തലവൻ, നമ്മുടെ സഭയുടെ തലവൻ. നമ്മുടെ സഭയുടെ ദുരവസ്ഥ നോക്കൂ. എല്ലാവരെയും നേർവഴിക്ക് നയിക്കേണ്ട ആളാണ് ധാർമ്മികമായും ആത്മീയമായും കാനോനികമായും ശക്തി ചോർന്നു നിൽക്കുന്നത് ഒരു സഭയുടെ തലവൻ. തീർന്നില്ല, താൻ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കയറൂരി വിട്ടിരിക്കുകയാണ് വികാരി മെത്രാപ്പോലിത്തയെ. അദ്ദേഹത്തെ നിയന്ത്രിക്കണമെന്ന് സഭാകോടതി പറഞ്ഞിരിക്കുന്നത്. വികാരി മെത്രാപ്പോലിത്തയെ മേജർ ആർച്ച് ബിഷപ്പ് നിയന്ത്രിക്കണമെന്ന്, എന്ന് വെച്ചാൽ നിയന്ത്രണമില്ലാതെ പോകുന്നുവെന്ന്. ഇതൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുന്നത് നല്ലൊരു അവസ്ഥയാണോ? കോടതിയാണ് പറയുന്നത്, മാണിപ്പറമ്പലച്ചനല്ല, പാമ്പാറച്ചന്റെ കോടതി. അതിലൊരു ജഡ്ജി ഇരിങ്ങാലക്കുട രൂപതക്കാരനാ, എന്റെ രൂപതക്കാരനാ. മറ്റൊരു ജഡ്ജി ഇടുക്കി രൂപതക്കാരനാ, എന്റെ ക്ലാസ്മേറ്റാ. അവരൊക്കെ ശക്തമായ നിലപാടെടുത്തത് ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. കുറച്ചു പേരെങ്കിലും സഭയുടെ കൂടെ നിൽക്കാൻ, കർത്താവിന്റെ കൂടെ നിൽക്കാൻ ഉണ്ടല്ലോ, മെത്രാന്മാരെ പേടിക്കാതെ. പണ്ട് മെത്രാന്മാർക്കിടെ നല്ല സൗഹൃദമുണ്ടായിരുന്നു, എനിക്കറിയാം. ഞാൻ കുറെ മെത്രാന്മാരെന്റെ സുഹൃത്തുക്കളാണ് ആയിരുന്നു. ഇപ്പൊ സൗഹൃദം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ അഡ്ജസ്റ്റ്മെന്റുകൾക്കോ വേണ്ടിയല്ലായിരുന്നു ആ സൗഹൃദം. സുറിയാനി സഭയുടെ നന്മ, ആഗോള കത്തോലിക്ക സഭയുടെ നന്മ, കർത്താവിന്റെ മഹത്വം, ഇത് മൂന്നുമാണ് അവരെ നയിച്ചിരുന്നത്. അവർ ഒന്നിപ്പിച്ചത് തന്നെയാണ്. അവർ ഒരുമിച്ച് കൂടുമ്പോൾ ചർച്ച ചെയ്തിരുന്നതും ഇക്കാര്യങ്ങളാണ്. വ്യക്തിപരമായ ഏത് നാട്ടത്തിന് വേണ്ടിയാണെങ്കിലും
അവർ സഭയുടെ വ്യവസ്ഥിതിയെയോ കാനൻ നിയമത്തെയോ പരിശുദ്ധ ക്രമത്തെയോ ദുരുപയോഗം ചെയ്തിട്ടില്ല ഒരിക്കൽ പോലും. ഇപ്പോൾ അതല്ല സ്ഥിതി. ഈ വിമത വൈദികരും മുന്നേറ്റക്കാരുമായുള്ള അമിതമായ അടുപ്പവും സൗഹൃദവും അത് മെത്രാന്മാരുടെ ഒരു പ്രശ്നമല്ലേ? ഈ സഭാവിരുദ്ധരും പാപ്പാവിരുദ്ധരുമായ അവരുമായിട്ടുള്ള സൗഹൃദം ഈ മെത്രാന്മാരെയും ശീഷ്മയിലാക്കിയല്ലേ? സഭയുടെ ഐക്യതയ്ക്കെതിരെയല്ലേ അവർ തെറ്റ് ചെയ്യുന്നത്? അതെന്റെ മറ്റു മെത്രാന്മാർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തത്? എന്ത് ശക്തമായി ഒരു നിലപാടെടുക്കാൻ പറ്റാത്തത്? ഇവരുടെ വ്യാജ പ്രബോധനങ്ങൾ എന്തുമാത്രം നമ്മൾ കേൾക്കുന്നു, എന്തുമാത്രം. അത് തിരുത്താൻ മാത്രം കഴിയുന്നില്ല. അപ്പോൾ ഇവർ പഠിപ്പിക്കുന്ന വേദ വിപരീതങ്ങള്, അബദ്ധ സിദ്ധാന്തങ്ങള്, അതും തിരുത്താൻ മെത്രാന്മാർ കഴിയാതെ വരുമ്പോൾ മെത്രാന്മാർ അവരുടെ പക്ഷത്ത് അല്ലെ സൗഹൃദത്തിൽപ്പെട്ട് ഈ വേദ വിപരീതങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകല്ലേ, പാഷാണ്ഡതകളിൽ പെട്ടുപോകല്ലേ? ചുരുങ്ങിയപക്ഷം ജനങ്ങളുടെ മുമ്പിലെങ്കിലും അങ്ങനെയാണ്. പൗലോസ് ലീഗ തിമോത്തിയോസ് എന്ന 35കാരനായി മെത്രാന് കൊടുത്ത ഉപദേശം ഞാനിവിടെ ആവർത്തിക്കുക. അതായത് തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം ക്രിസ്തുവർഷം 65 എഴുതുന്നത്. 62-63 കാലയളവിൽ പൗലോസ് റോമയിലെ കാരാഗ്രഹത്തിലായിരുന്നു, വീട്ടുതടങ്കല്. അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ സ്പെയിനിലൊക്കെ പോയി തിരിച്ച് ത്രോവാസ് എന്ന സ്ഥലത്ത് വന്നു. തിരിച്ച് റോമയിൽ പോയി 67 കൊല്ലപ്പെടുന്നത്. അതിനിടയ്ക്കാണ് ഈ 65 തിമോത്തിയോസിന് എഴുതിയ ലേഖനം, 1-ാമത്തെ ലേഖനം ക്രിസ്തുവർഷം 65. അത് എഴുതുന്നതിന് 18 വർഷങ്ങൾക്ക് മുമ്പാണ് പൗലോസ് ലീഗ തിമോത്തിയോസിനെ കണ്ടുമുട്ടുന്നത്. അന്ന് 18 വയസ്സേ ഉള്ളൂ ഈ കുട്ടിക്ക്. ഈ തിമോത്തിയോസിന് 35 വയസ്സിൽ മെത്രാനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. 35 വയസ്സ്, അതായത് തിമോത്തിയോസിന് മെത്രാനായപ്പോൾ 35 വയസ്സാണ്. അപ്പോൾ ആ മെത്രാൻ, പുതുതായിട്ട് വാഴിക്കപ്പെട്ട മെത്രാന് പൗലോസ് ലീഗ എഴുതുന്ന ലേഖനം, 1-ാമത്തെ ലേഖനം, തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം, അതില് അദ്ദേഹം പറയാണ്, വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യമാണ്. ഇതിനായിട്ട് തന്നെയാണ് നാം സകല മനുഷ്യരുടെയും വിശിഷ്യ വിശ്വാസികളുടെയും രക്ഷകനായ ജീവിക്കുന്ന ദൈവത്തിൽ പ്രത്യാശ വെച്ച് അധ്വാനിക്കുന്നതും പോരാടുന്നതും. പോരാടുക, മല്ലയുദ്ധം ചെയ്യുന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നീ ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കാതിരിക്കട്ടെ. നീ യുവാവാണല്ലോ. ഈ സഭയിലെ കുറെ സഭാശ്രേഷ്ഠന്മാര് പറയുന്ന, സഭാശ്രേഷ്ഠന്മാർ എന്ന് പറഞ്ഞാൽ മെത്രാന്മാരല്ല, അല്ലാതെ തന്നെ വൈദിക ശ്രേഷ്ഠന്മാരുണ്ട്, വൈദികര്. അപ്പൊ വൈദികരുണ്ട്, പിന്നെ സഭയിലെ പല സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്. ഇങ്ങനെയാണ് ഈ യുവാവാണ് മെത്രാൻ, 35 വയസ്സേ ഉള്ളൂ. അപ്പൊ ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കാതിരിക്കട്ടെ. ഞാൻ അതെന്താന്ന് പറയാം. വാക്കിലും നടപ്പിലും, പൗലോസിന്റെ വാക്കുകൾ പറഞ്ഞേ, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുന്നത് വരെ വായന, അതായത് ലിറ്റർജിയിലുള്ള വായന, പ്രബോധനം, പ്രസംഗം, ഉപദേശം, പ്രസംഗത്തിന് ശേഷം നൽകുന്ന പ്രായോഗിക കാര്യങ്ങൾ എന്നിവയിൽ മനസ്സിലെത്തുക. സഭാശ്രേഷ്ഠന്മാരെ കൈവപ്പ് വഴി പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതും നിന്നിലുള്ളതുമായ കൃപാവരം അവഗണിക്കാതെ, മെത്രാൻ പട്ടം അവഗണിക്കാതെ ഇക്കാര്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക. അവയിൽ തന്നെ ആയിരിക്കുക. അങ്ങനെ നിന്റെ പുരോഗതി എല്ലാവർക്കും ദിശമായി തീരട്ടെ. നിന്നെക്കുറിച്ച് തന്നെയും കരുതലോടെ ഇരിക്കുക. പ്രബോധനങ്ങളെക്കുറിച്ചും എത്ര കൃത്യമാണ്. അവയിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ തന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും. നീയാണ് രക്ഷിക്കാൻ പോണേ, കർത്താവ് വിശ്വസിച്ച് മാത്രമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ യുവാവായിരുന്നു ഈ മെത്രാൻ. അപ്പോൾ ഈ മെത്രാനെ മറ്റുള്ളവർ ബഹുമാനിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പൗലോസിലേക്ക് പറഞ്ഞതാണ്, പ്രായത്തിൽ യുവാവാണെന്ന പരിമിതിയെ മറികടക്കാൻ തിമോത്തിയോസ് ചെയ്യേണ്ടത് പ്രസംഗിക്കുന്ന സ്നേഹവും വിശ്വാസവും വിശുദ്ധിയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. പക്വതയുടെ പെരുമാറ്റത്തിലൂടെയും ഉത്തരവാദിത്തം വിവേകപൂർവ്വം നിറവേറ്റിയും മാത്രമേ സഭയുടെ നവീകരണം വിജയിക്കൂ. പക്വതയുള്ള പെരുമാറ്റം, ഉത്തരവാദിത്തങ്ങൾ വിവേകപൂർവ്വം നിറവേറ്റി. അപ്പോൾ ഈ മെത്രാന്മാര് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ 35 വയസ്സായല്ലോ മെത്രാന്മാർക്ക് പലർക്കും. അപ്പോ അവരുടെ ഈ പക്വതയും പെരുമാറ്റവും വിശ്വാസത്തോടുള്ള വിശ്വാസം നിലനിർത്താൻ വേണ്ടിയുള്ള, സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം, മല്ലയുദ്ധം പോലെ നടത്തണം എന്നൊക്കെയാണ് പറയണേ. അത് ചെയ്യാൻ ഇപ്പോഴത്തെ മെത്രാന്മാർക്ക് കഴിഞ്ഞാൽ, ഞാൻ പറയാണ്, നമുക്ക് നമ്മുടെ സഭയുടെ പ്രതിച്ഛായ, നമ്മുടെ മെത്രാന്മാരുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ പറ്റും. അത് ചെയ്യണമെങ്കിൽ സത്വരമായ നടപടികൾ ഉടനെ എല്ലാം പൂർണ്ണമായി നശിക്കുന്നതിന് മുമ്പ് ഉടനെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ സഭയെ അതിന്റെ മൗലിക തേജസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയും. മെത്രാന്മാർക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.